Good afternoon, all. Good afternoon, Miss. Good afternoon. Rare ആരാണ്? ഞാനാണ് മിസ്. എന്നോട് അറിയാം. Good afternoon. മാതാപിതാ ഗുരുദൈവം മാതാപിതാ ഗുരുദൈവം ആയിൽ തുടങ്ങുന്നു ഭാഷ അമ്മയിൽ ഉണരും സ്നേഹം അറിവുകൾ പകരുന്നിതധ്യാപകർ തണലായി നിറയുന്നിതച്ഛൻ മാതാപിതാ ഗുരുദൈവം മാതാപിതാ ഗുരുദൈവം അറിവുകൾ പകരുന്നിതധ്യാപകർ തണലായി നിറയുന്നിതച്ഛൻ എന്നെ തളരാതെ കാക്കുന്നു ദൈവം. Sign and thought of the day. Thought. Everything is easy when you are busy, but nothing is easy when you are lazy. Swami Vivekananda. Thank you. Okay. Signing. ഞാനാണ് മിസ്സേ ഒരു ആൽഫബറ്റ് സോങ് ആണ്. Can you start my signing? A B C D dancing time, E F G H hoping time, I A J K L learning time, M N O P playing time, Q R S T TV time, U V W X writing time, X Y Z is scrolling time. Thank you. നമ്മള് ഏത് പോർഷൻ ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഓർമ്മയുണ്ടോ? സൊസൈറ്റി ഓഫ് കൊഹേഷൻ ആയിരുന്നു. സൊസൈറ്റി ഓഫ് കൊഹേഷൻ കഴിഞ്ഞു, കംപ്ലീറ്റ് ആയോ? കംപ്ലീറ്റ് ആയി. അതിന് മോക്ക് കിട്ടിയോ നിങ്ങൾക്ക്? ഇല്ല. മോക്ക് കിട്ടിയിട്ടില്ല? കിട്ടി മിസ്സേ, കിട്ടി. കിട്ടിയിട്ടുണ്ട്. ഓക്കെ. സൊസൈറ്റി ഓഫ് കൊഹേഷൻ കഴിഞ്ഞിട്ട് നമ്മൾ ഇന്ന് നോർമലൈസേഷൻ ആൻഡ് ഡീവിയേഷന്റെ ഇന്നൊന്ന് റിവൈസ് ചെയ്യാനുണ്ട്. സെമിനാർ ആണ് അല്ലേ? 1 മിനിറ്റ് സെമിനാർ ആണ്. ഞാൻ മറന്നുപോയി, ഞാൻ പേരൊക്കെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ നോർമലൈസേഷന്റെ ആരാണ്? ഫാത്തിമയാണ്. ഫാത്തിമ റെഡി ആണോ? ഫാത്തിമ മിസ് ഇപ്പൊ സെമിനാർ ആണോ നടക്കുന്നത്? അതെ. പിങ്ക് ടവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അത് പ്രസ് ചെയ്യട്ടെ. ഫാത്തിമ ലാൻഡല്ലേ? ഓക്കെ. ഡീവിയേഷൻ ആരാണ്? ദിവ്യ. യെസ് മിസ്. ഡീവിയേഷൻ പറഞ്ഞിട്ട് നമുക്ക് നോർമലൈസേഷനിലേക്ക് വരാട്ടോ. ദിവ്യ സ്റ്റാർട്ട് ചെയ്തോട്ടോ. ദിവ്യ പി ജിയിലുണ്ടാണോ മോൻ? മിസ്സേ പി ജിയിലുണ്ട്. ഓക്കെ ഓക്കെ, എടുത്തോട്ടോ. ഓക്കെ. ഡീവിയേഷൻ എന്ന് വെച്ചാൽ എന്താന്ന് ആർക്കെങ്കിലും അറിയോ? ഡീവിയേഷന്റെ മീനിങ് എന്താണെന്ന് ആർക്കെങ്കിലും അറിയോ? ആർക്കും അറിയില്ല? ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യൂ.
ഓക്കെ. ഡീവിയേഷൻ എന്ന് വെച്ചാൽ വ്യതിയാനം സംഭവിക്കുക, അതായത് വേരിയേഷൻ എന്നും പറയാം. ഡീവിയേഷൻ, വ്യതിയാനം എന്ന് പറയാം മലയാളത്തിൽ. മാറ്റങ്ങൾ സംഭവിക്കുക എന്ന് പറയും നമ്മൾ. അപ്പോൾ ഡീവിയേഷൻ എന്ന് പറയുമ്പോൾ ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു സ്കൂളിലെ കുട്ടികൾക്ക് എല്ലാവർക്കും ഒരേപോലുള്ള ക്യാരക്ടർ ആയിരിക്കും ഉണ്ടാവുക? അല്ല. അല്ല. അല്ല, ഓരോരുത്തർക്കും ഓരോരോ ക്യാരക്ടറാണ്, ഡിഫറെൻറ്റ് ക്യാരക്ടറാണ്. അവർ വളർന്നു വന്ന സാഹചര്യം, സിറ്റുവേഷൻ, ലൈഫ് സ്റ്റൈല്, അങ്ങനെ അവർക്ക് മൊത്തത്തിൽ എല്ലാവർക്കും വേറെ വേറെ ക്യാരക്ടേഴ്സാണ് അല്ലേ? എല്ലാ കുട്ടികളും ഒരേപോലെയാണ് എന്ന്, അതായത് എല്ലാ കുട്ടികളും ഒരേപോലെയാണ് എന്ന് നമ്മൾ പറയുന്നത് ശരിയാണോ? ശരിയല്ല. അല്ല. ഒരിക്കലും അല്ല. അതെന്താന്ന് വെച്ച് പറഞ്ഞാൽ അവരുടെ ബാക്ക്ഗ്രൗണ്ടാണ്. അതായത് അവർക്ക് ഉണ്ടായ എന്താ പറയാ, ഡിഫറെന്റ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും അവർക്ക് ഉണ്ടാവുക അല്ലേ? ഇതേപോലെ എൻ്റെ കുട്ടിക്ക് ഉണ്ടായ ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കോ വേറെ ഒരു കുട്ടിയുടെ ബാക്ക്ഗ്രൗണ്ട്? ഒരിക്കലും അല്ല. ഫിനാൻഷ്യൽ പൊസിഷൻ എല്ലാവരുടെയും ഡിഫറെന്റ് ആയിരിക്കും. അതെ, എല്ലാ കാര്യത്തിലും ഡിഫറെന്റ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും. എല്ലാവരുടെയും, എല്ലാ കുട്ടികൾക്കും ഡിഫറെന്റ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും. അത് ഒരു കുട്ടി വന്നിട്ട് വലിയ വീട്ടിലെ കുട്ടിയായിരിക്കാം, പണക്കാരി, അതായത് എല്ലാ അച്ഛനും അമ്മയും പറയുന്നതെല്ലാം കേൾക്കുന്ന കുട്ടിയായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഭാഗത്ത് കേൾക്കാത്ത കുട്ടിയായിരിക്കാം. അതേപോലെ തന്നെ ഒരു കുട്ടി പറയുന്ന എല്ലാം അനുസരിക്കുന്നുണ്ടാവും, ഒരു കുട്ടി അനുസരിക്കാതിരിക്കുന്നുണ്ടാവും. അങ്ങനെ ഡിഫറെന്റ് ബാക്ക്ഗ്രൗണ്ടിലായിരിക്കും അവർ താമസിച്ചു വരുന്നത്. അപ്പോൾ ഈ ഡോക്ടർ മരിയ മോണ്ടിസോറി ഡീവിയേഷനെ കുറിച്ച് ഒബ്സർവ് ചെയ്ത കാര്യമാണ് ഈ ഡീവിയേഷനെ കുറിച്ച് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഈ ഡീവിയേഷൻ എന്ന് വെച്ച് പറഞ്ഞാൽ ഒരു കുട്ടിയുടെ ക്യാരക്ടറിൽ വരുന്ന മാറ്റം, അതിനെയാണ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. അവരുടെ നോർമൽ ഡെവലപ്മെന്റിനെ ബാധിക്കുന്ന ഒരു തടസ്സം. അതായത് അവർക്ക് ഒരു നോർമലായിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് ഉണ്ടാവും. ആ ഡെവലപ്മെന്റിന് ഒരു തടസ്സം സംഭവിക്കുന്നു. അവിടെ എന്തുണ്ടാവുന്നു? ഡീവിയേഷൻ സംഭവിക്കുക എന്ന് പറയും. അതായത് വ്യതിയാനം സംഭവിക്കുക എന്ന് പറയും. ഓക്കെ. അത് എപ്പോഴാണ് സംഭവിച്ചു തുടങ്ങുന്നത്, അത് എപ്പോഴാണ് അവരെ ബാധിച്ചു തുടങ്ങുന്നത് വെച്ച് പറഞ്ഞാൽ അവരുടെ ബർത്ത് ടു 6 years ഓൾഡിൽ. അതായത് നമ്മൾ പറയുമല്ലോ, അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അത് അവർ ചെയ്യാൻ പോകുന്നതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ പ്രോത്സാഹിപ്പിക്കാത്തതിൻ്റെയും എല്ലാത്തിൻ്റെയും തുടക്കം കൊണ്ട് വരുന്നതാണ് ഈ വ്യതിയാനം സംഭവിക്കുക എന്ന് പറയുന്നത്. മനസ്സിലാവാത്തതുണ്ടോ? ഇല്ല, മനസ്സിലായി. ഇല്ല, മനസ്സിലാവുന്നുണ്ട്. ഓക്കെ. ഡീവിയേഷൻ സംഭവിക്കുന്നത് എങ്ങനെയെന്ന് വെച്ച് പറഞ്ഞാൽ നമ്മുടെ പാരൻസ് കൊണ്ട് മൂലം ഉണ്ടാവാറുണ്ട്. എങ്ങനെയെന്ന് വെച്ച് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, അവരുടെ സാഹചര്യം, അതായത് അവരെ നമ്മൾ ഇന്നത് ചെയ്യരുത്, അവിടെ പോയി അതെടുക്കരുത്, അത് അവരുടെ മൊമെന്റ്സിനെ തന്നെ, അത് അവര് ചെയ്യാനായിട്ട് തുടങ്ങും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? അതവിടെ എടുക്കരുത് എന്ന് നമ്മൾ പറയില്ലേ? അല്ലേ? അതവര് അതെ, അതുകൊണ്ട് വരുന്ന മാറ്റത്തിനെയാണ് ഡീവിയേഷൻ എന്ന് പറയുക. അതായത് നോർമൽ ഡെവലപ്മെന്റിനെ ബാധിക്കുന്ന ഒരു മാറ്റം. ഓക്കെ, മനസ്സിലായോ? ഓക്കെ. നമ്മുടെ ഓരോ വിൽ പവറിനും വരുന്ന ഒരു മാറ്റം എന്ന് വെച്ച് പറഞ്ഞാൽ പേരൻസ് കുട്ടികളുടെ അവരുടെ വ്യക്തിത്വത്തിനെ എന്താ പറയാ, അവരുടെ പേഴ്സണാലിറ്റിയെ വളരാൻ സമ്മതിക്കാതെ വരുമ്പോഴുള്ള വ്യതിയാനം സംഭവിക്കുക. അതായത് അവരുടേതായിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് ഉണ്ട്, ഒരു പേഴ്സണാലിറ്റി ഉണ്ട്. അത് ആര് മാറ്റിയെടുക്കുന്നു? നമ്മൾ പേരൻസ് മാറ്റിയെടുക്കുന്നു, അല്ലെങ്കിൽ അവരുടെ ജീവിത സാഹചര്യം അവരെ മാറ്റിയെടുക്കുന്നു. അങ്ങനെയാണ് ഡീവിയേഷൻ സംഭവിക്കുന്നത്. അതായത് മുതിർന്നവർക്ക്, അതായത് നമ്മൾക്ക് കുറെ ആഗ്രഹം ഉണ്ടാവും, ആ ആഗ്രഹം നമ്മുടെ കുട്ടികളിലൂടെ സാധിച്ചെടുക്കണം എന്ന് പറഞ്ഞ് കുട്ടികളെ അടിച്ചേൽപ്പിക്കുന്ന ഒരു മാറ്റത്തിനാണ് എന്ത് പറയാ, ഡീവിയേഷൻ എന്ന് പറയാം. ഓക്കെ. അപ്പം ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അത്രയേ ഉള്ളൂ ഡീവിയേഷനിൽ പറയുന്ന ഒരു കാര്യം. ഓക്കെ. നമ്മൾ അവരെ സ്നേഹിച്ചുകൊണ്ടും അവരുടെ നോർമൽ ഡെവലപ്മെന്റിനെ ബാധിക്കാത്ത തരത്തിൽ അവരെ സപ്പോർട്ട് ചെയ്തിട്ട് നമ്മൾ അവരെ നേരാക്കി എടുക്കുക. അതാണ് നോർമലൈസേഷൻ എന്ന് പറയുന്നത്. അതായത് അവരുടെ ലൈഫ് സ്റ്റൈല് അല്ലെങ്കിൽ
അവരുടെ സെൽഫ് ഡിസിപ്ലിൻ, കോൺസെൻട്രേഷൻ, അവർക്ക് പഠിക്കാനുള്ള ആ ഒരു എന്താ പറയാ ത്വര വരിക എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ? അങ്ങനെയാണ് നോർമലൈസേഷൻ എന്ന് പറയാ. അതവർക്ക് ബർത്ത് ടു 6 years അല്ലെങ്കിൽ അവരുടെ ആ ഒരു മെച്യൂരിറ്റിയിലേക്ക് വരുന്ന ആ ഒരു ഇതിലൂടെ അവര് പോയിക്കൊണ്ടിരിക്കുക. അതാണ് നോർമലൈസേഷൻ എന്ന് പറയുന്നത്. ഇതൊന്നും ബാധിക്കാതെ വരുന്ന മാറ്റത്തിനാണ് ഡീവിയേഷൻ എന്ന് പറയാ, വ്യതിയാനം എന്ന് പറയാം. ഓക്കെ, എന്തേലും ഡൗട്ട് ഉണ്ടോ? ഈ ഡീവിയേഷൻ എന്ന് പറയുന്നത് ഞാൻ ഈ ചാപ്റ്റർ എടുക്കുമ്പോൾ വന്നിട്ടില്ല, അതുകൊണ്ട് ചോദിക്കുന്നേട്ടാ. ഈ ഡീവിയേഷൻ എന്ന് പറയുമ്പോ ഈ പേരൻസിന്റെ തടസ്സം കൊണ്ട് മാത്രമാണോ കുട്ടികളിലെ ഡീവിയേഷൻ ഉണ്ടാകുന്നത്? അത് 0 to 6 year ഏജ് വരെ നമ്മൾ ആരുടെ കൂടെയാണ് ജീവിക്കുന്നത്? കുട്ടികള് എപ്പോഴും കുട്ടികൾ പേരൻസിന്റെ കൂടെ തന്നെ, എന്നാലും ഈ ഇയറിൽ കുട്ടികൾ കൂടുതലും പേരൻസിന്റെ കൂടെ ആയിരിക്കും ഉണ്ടാകുക. സ്കൂളിൽ പോയി തുടങ്ങണല്ലേ ഉണ്ടാവുള്ളൂ. അതെ, സ്കൂളിൽ പോയി തുടങ്ങുന്നതിന് മുമ്പുള്ള ഡീവിയേഷൻ, അതാണ് അവരിനെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. ഇതിപ്പോ സഫിയയുടെ കുട്ടി എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോ ആ കുട്ടിക്ക് എന്തെങ്കിലും ഒന്ന് എടുക്കണം എന്നുണ്ട്. പക്ഷെ സഫിയ പറയുന്നു അതെടുക്കരുത്, നിനക്ക് തല്ല് കിട്ടും എന്ന് സഫിയ പറഞ്ഞു. പിന്നെ ആ കുട്ടിക്ക് അതെടുക്കാൻ പോവാനുള്ള ആ ഒരു ഇത് വരുമോ? മാനസികമായിട്ട് കുട്ടി തളരും. പിന്നെ ആ കുട്ടിക്ക് അതിനെ ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അതെ, നമ്മൾ തന്നെ പറയുമല്ലോ, അതെടുക്കരുത്, നിനക്ക് തല്ല് കിട്ടും എന്ന് നമ്മൾ തന്നെ അവനെ ഒബ്സ്റ്റാക്കിൾ ചെയ്തു, നമ്മൾ അവനെ റിപ്രഷൻ ചെയ്തു. ആ കുട്ടിയെ നമ്മൾ റിപ്രഷൻ ചെയ്തു. അവർക്ക് അവിടെ ഒരു തടസ്സം വെച്ച് കൊടുത്തു നമ്മൾ. ഇനി അവന് അല്ലെങ്കിൽ അവൾക്ക് എടുക്കാനുള്ള ആ ഒരു ഇത്, അല്ലെങ്കിൽ എന്തെങ്കിലും എടുക്കാനുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാനുള്ള ആ ഒരു മൂവ്മെന്റ് വരുമോ? ഇല്ല. കാരണം എന്താണ്? ആ കുട്ടിക്ക് അവിടെ മനസ്സിലായി, ഇതെടുത്തു എന്ന് വെച്ച് പറഞ്ഞാൽ എൻ്റെ ഉമ്മ അല്ലെങ്കിൽ എൻ്റെ അമ്മ തല്ലും എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അവന് മനസ്സിലായി. അതുകൊണ്ടാണ് അവർക്ക് അവിടെ ഡീവിയേഷൻ സംഭവിക്കുന്നത്. അതായത് കുട്ടികളെ നമ്മൾ പേരൻസ് അവിടെ നമ്മുടെ ആഗ്രഹങ്ങളോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ എന്തെങ്കിലും ഒരു കാര്യം അവിടെ നമ്മളെ അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ എല്ലാ പേരൻസും അങ്ങനെയാണ് എന്നല്ല പറയുന്നത്. മിക്ക പാരൻസുകളും അത് ചെയ്യരുത്, ഇത് ചെയ്യരുത് എന്ന് മാത്രമേ പറയാറുള്ളൂ. അപ്പൊ അവർക്ക് ആ കുഞ്ഞു മനസ്സിൽ ഡീവിയേഷൻ സംഭവിച്ചു വരും. അതായത് നോർമലായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന ഒരു കുട്ടിക്ക് അബ്നോർമൽ എന്ന് പറയാനും പറ്റില്ല, എന്നെ ഇങ്ങനെ ചെയ്യണ്ടെന്ന് പറഞ്ഞു എന്ന് ആ ഒരു തോന്നൽ കുട്ടിയുടെ മനസ്സിനെ ബാധിക്കും. ഓക്കെ, മനസ്സിലായോ? മനസ്സിലായി. ഈ ഡീവിയേഷനുള്ള കുട്ടികൾക്കാണോ ഇങ്ങനെ ഇതൊക്കെ ആകണത്? എന്താ പറയാ, ബുദ്ധിയില്ലാത്ത കുട്ടികളായി മാറുന്നതും? സാഹചര്യം എന്ന് പറയുമ്പോൾ നമ്മൾ ഒന്നുമില്ലെങ്കിൽ ആ കുട്ടി വളർന്ന സാഹചര്യം ഏതാണ്? ഇതിപ്പോ സ്വന്തം അച്ഛനും അമ്മയും മാത്രമല്ല, ആരാണെങ്കിലും, ഈവൻ ഗ്രാൻഡ് പാരൻസ് ആയിരിക്കാം, അല്ലാണ്ടെങ്കിൽ അവര് ഏത് സ്ഥലത്താണോ വളരുന്നത് ആ വളരുന്ന സാഹചര്യം. ഓക്കെ, ദിവ്യ, 1 minute ഇടാം. സഫിയ, ചൈൽഡ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്ററില് ഫിസിക്കൽ ഡെവലപ്മെന്റിൽ ഒരു കുട്ടിയുടെ വളർച്ച, ബ്രെയിൻ ഡെവലപ്മെന്റ് ഏത് ഇയേഴ്സിലാണ് ഏറ്റവും കൂടുതലായിട്ട് സംഭവിക്കുന്നത് പഠിച്ചിട്ടുണ്ട്? അറിയോ? ഫസ്റ്റ് സ്റ്റേജിലല്ലേ ടീച്ചറെ? അതെ, 6 വയസ്സിനുള്ളില് കുട്ടിയുടെ 90% ഓഫ് ബ്രെയിൻ ഡെവലപ്മെന്റ് സംഭവിക്കാം. ഓക്കെ, ഒന്ന് ആലോചിച്ച് നോക്കി, ഫസ്റ്റ് മുതൽ 6 years വരെ. ആ ടൈമിൽ കുട്ടികൾ കൂടുതൽ എവിടെയാണ്? ഒരു 3 years വരെ കുട്ടികൾ പാരന്റ്സിന്റെ ഒപ്പമാണ്. ആ സമയത്ത് കുട്ടികളിൽ ഒരുപാട് മാറ്റങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട്, ഡീവിയേഷൻസ് വരാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ മാറ്റങ്ങൾ തന്നെ പറയാം, എന്താ പറയാ, നമ്മളുടെ ആ ഒരു സ്ട്രേറ്റ് ലൈനിൽ നിന്നും മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മൾ ഡീവിയേഷൻ പറയുന്നു. ഓക്കെ, അവിടെ കുട്ടിക്ക് പാരന്റ്സിന്റെ കെയർ കിട്ടുന്നില്ല. അവൻ ആഗ്രഹിക്കുന്ന രീതിയിൽ അവൻ ആ കെയർ കിട്ടാണ്ടാവുമ്പോൾ മേ ബി ഡീവിയേറ്റ് ആവും. അവന്റെ ഫിസിക്കൽ അറ്റ്മോസ്ഫിയർ ആൻഡ് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് എല്ലാം ഈ ഡീവിയേഷന് കാരണമാകുന്നില്ല. അവർ ചുറ്റുപാടും എങ്ങനെയാണ്, അവൻ അത്യാവശ്യം ഹാപ്പി ആയിട്ടുള്ള ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വരുന്നതെങ്കിൽ ചിലപ്പോൾ ഡീവിയേഷൻസ് കുറവായിരിക്കും. പക്ഷെ അവൻ ഒരു ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള പാരന്റ്സ് ആണ് അവനുള്ളത്. അവൻ ഭയങ്കര കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ടുള്ള പാരന്റ്സ് ആണെങ്കിൽ മേ ബി അവന്റെ ക്യാരക്ടർ ഡീവിയേറ്റഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. സോ നമ്മുടെ
കയ്യിലേക്ക് വരുന്ന കുട്ടികൾ 3 years വരുന്ന കുട്ടികൾ എല്ലാവരും ഡീവിയേറ്റഡ് ആണെന്നല്ല. അതിൽ കുട്ടികൾക്ക് ഡീവിയേഷൻ ഉണ്ടോ എന്ന് ഐഡന്റിഫൈ ചെയ്യേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? സഫിയക്കാണ്. അപ്പൊ സഫിയ എന്ത് ചെയ്യും? ഡീവിയേഷൻ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യും എന്ന് നമുക്ക് നോക്കണം. അപ്പോ ദിവ്യ പറയും എത്ര ടൈപ്സ് അല്ലെങ്കിൽ ഏതൊക്കെ ക്ലാസ്സസ് ഓഫ് ഡീവിയേഷൻ ഉണ്ട്. നമ്മളിപ്പോ പഠിപ്പിച്ച കുട്ടികൾ സഫിയ എനിക്ക് തോന്നുന്നു ട്രെയിനിങ്ങിനൊക്കെ പോയിട്ടുണ്ടാവും. അപ്പൊ നമ്മളിപ്പോ ദിവ്യ പറയുന്ന ക്ലാസ്സസിൽ ആലോചിച്ചിട്ട് നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ പഠിപ്പിക്കുന്ന സമയത്ത് ഈ ടൈപ്സ് കുട്ടികൾ ഉണ്ടായിരുന്നോ എന്നൊന്ന് നോക്കുക. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ആ കുട്ടികൾ ഡീവിയേറ്റഡ് ആണ് എന്ന് മനസ്സിലാക്കാനായിട്ട് വരും. ഒരു എക്സാമ്പിൾ കൂടി പറയാം. ഒരു കുട്ടി എല്ലാ ആക്ടിവിറ്റീസും ഭയങ്കരമായിട്ട് സ്പീഡിൽ ചെയ്യുന്നു. ഒരു ആക്ടിവിറ്റി കഴിഞ്ഞു അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പോകുന്നു. കംപ്ലീറ്റ് ആയോ ഫിനിഷ് ആയോ എന്ന് നോക്കുന്നില്ല. നെക്സ്റ്റ് ആക്ടിവിറ്റി നല്ല സ്പീഡപ്പ് ആണ്, ഭയങ്കര ആക്റ്റീവ് ആണ്, ഭയങ്കരമായിട്ട് എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ മറ്റൊരു കുട്ടി ഒരു ആക്ടിവിറ്റി ചെയ്യുന്നുള്ളൂ. അവനത് ഫുൾ എഫേർട്ട് എടുത്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് ആ ഒരു ആക്ടിവിറ്റി കൊണ്ട് ഫുൾ ഡേ അവൻ ആ ടൈം സ്പെൻഡ് ചെയ്യുന്ന ആ ഒരു ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് ഡീവിയേറ്റഡ്. ഏത് കുട്ടിയാണ് നോർമലൈസ്ഡ്? സഫിയ. ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടിയാണ് നോർമല്. അതാണ് തെറ്റ്. ആക്റ്റീവ് ആയിട്ടുള്ള അല്ലേ? കുട്ടി അല്ല. ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടി അല്ല നോർമലൈസ്ഡ്. ആ ഒറ്റൊരു ആക്ടിവിറ്റി ചെയ്യുന്നുള്ളെങ്കിലും അതിൽ അവന് ഫുൾ 100% എഫേർട്ട് ഇട്ട് അതിന് വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്ന ആ ഒരു കുട്ടിയാണ് ആര്? നോർമലൈസ്ഡ് ആയിട്ടുള്ള ചൈൽഡ്. നേരത്തെ ഫസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞത് എങ്ങനെയായിരുന്നു? ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടിയാണ്, പക്ഷെ അവൻ ഒരുപാട് ആക്ടിവിറ്റീസ് അറ്റ് ടൈം ചെയ്യുന്നുണ്ട്. ആ കുട്ടി മേ ബി ഡീവിയേറ്റ് ചെയ്യുന്നതാണ്. ഒരു ആക്ടിവിറ്റി ചെയ്യുന്നെങ്കിൽ അവരുടെ മനസ്സ് ഡീവിയേറ്റ് ചെയ്ത് വേറെ സ്ഥലത്തേക്ക് പോകുന്നു. ദാറ്റ്സ് ഡീവിയേഷൻ. അപ്പൊ അവനൊരു കാര്യം കിട്ടുമ്പോൾ അവൻ വേറെ എന്തെങ്കിലും വേണമെന്ന് ആഗ്രഹിക്കുന്നു. അതൊക്കെ എന്താണ്? ഈ ഡീവിയേഷന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. സോ നമ്മൾ ടീച്ചേഴ്സ് അത് ഐഡന്റിഫൈ ചെയ്യണം. എന്താണ് ഡീവിയേഷൻ, എന്താണ് നോർമലൈസേഷൻ. സോ ബാക്കി കാര്യത്തിൽ ഫുൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു കുട്ടിയാണോ നമ്മള് നോർമലൈസ്ഡ് ചൈൽഡ് എന്ന് പറയാ? അതെ, ഒരു വർക്കാണ് ചെയ്യുന്നെങ്കിലും അത് ഫുൾ 100% എഫേർട്ട് ഇട്ട് കോൺസെൻട്രേറ്റ് ചെയ്തു ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നു. അത് മിസ്റ്റേക്ക് ആവും, ചിലപ്പോൾ തെറ്റിപ്പോകും, വീണ്ടും അതേ ആക്ടിവിറ്റീസ് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു. ആ കുട്ടീനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നോർമലൈസ്ഡ് ചൈൽഡ് എന്ന് പറയുന്നത്. ആ കുട്ടിക്ക് നമ്മൾ ഈ പറയുന്ന എല്ലാ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടാവും. അവൻ ഓക്കെ, നമുക്ക് ദിവ്യയുടെ ക്ലാസ്സിലേക്ക് ശ്രദ്ധിക്കാം. ക്ലാസ്സസ് ഓഫ് ഡീവിയേറ്റഡ് ചിൽഡ്രൻസ് അല്ലെ? ഓക്കെ, അതെ. അപ്പോൾ ഡോക്ടർ മരിയ മോണ്ടിസോറി ഒബ്സർവ് ചെയ്തത് എന്താന്ന് വെച്ച് പറഞ്ഞാൽ എല്ലാ കുട്ടികളിലും ഒരേപോലെ അല്ല വ്യതിയാനം സംഭവിക്കുന്നത് അല്ലെങ്കിൽ ഡീവിയേഷൻ സംഭവിക്കുന്നത് എന്നാണ്. അതായത് ഒരുപോലെ അല്ല എല്ലാ കുട്ടികളിലും മാറ്റം വരുന്നത് എന്നാണ് പറയുന്നത്. അതിൽ വരുന്നതാണ് ക്ലാസസ് ഓഫ് ഡീവിയേറ്റഡ് ചിൽഡ്രൻ. അതായത് വ്യതിയാനം സംഭവിച്ച കുട്ടികളുടെ ഓരോ ക്ലാസ്സുകളാണ് പറയുന്നത്. ഒന്നാമത്തെ വന്നിട്ട് പറയുന്നത് എങ്ങനെയെന്ന് വെച്ച് പറഞ്ഞാൽ ഫസ്റ്റ് വരുന്നത് ഫിസിക്കൽ ഡീവിയേഷൻ എന്ന് പറയുന്ന മെന്റൽ ഡീവിയേഷനെ അപേക്ഷിച്ച് ഫിസിക്കൽ ഡീവിയേഷൻ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അതായത് നമ്മുടെ രൂപത്തിൽ വരുന്ന മാറ്റങ്ങൾ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ മെന്റൽ ഡീവിയേഷൻ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ അതിൽ വരുന്ന 3 ക്ലാസ്സസ് ഡീവിയേഷൻ ക്ലാസ്സുകൾ ഏതൊക്കെയെന്ന് വെച്ച് പറഞ്ഞാൽ ഒന്നാമത് വന്നിട്ട് നോട്ടി ചിൽഡ്രൻ. അതിൽ തന്നെ നമുക്ക് മനസ്സിലാവും നോട്ടി എന്ന് പറഞ്ഞാൽ എന്താ? കുറുമ്പ് അല്ലെ? കുറുമ്പ് അല്ലെങ്കിൽ കുസൃതി കാണിക്കുന്ന കുട്ടികൾ. അപ്പൊ ഈ കുസൃതി കാണിക്കുന്ന കുട്ടികൾ എങ്ങനെയെന്ന് എപ്പോഴും സ്ട്രോങ് ആയിരിക്കും അല്ലെ? സ്ട്രോങ് ആയിരിക്കും. അവർക്ക് റോങ് ആയിട്ട് വരുന്ന ഏതെങ്കിലും ഒരു കാര്യത്തിന് അവര് റോങ് ആയിട്ട് തന്നെയാണ് ട്രീറ്റ് ചെയ്യുകയും ചെയ്യുള്ളൂ. അതവര് എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്? ചിലപ്പോൾ അവര് കടിക്കും, തല്ലും, പിന്നെന്താ ഓരോ ദേഷ്യം കൊണ്ട് വെല്ലുവിളിക്കും, പിന്നെ അതേപോലെ തന്നെ വേറെ എന്താ ചെയ്യാ? ചവിട്ടും. അങ്ങനെയൊക്കെയല്ലേ ചെയ്യാ? നിങ്ങളുടെ വീട്ടിലും കാണില്ലേ നോട്ടി ആയിട്ടുള്ള കുട്ടികൾ? അതെ അതെ അതെ, അവർക്കൊരു പേടിയുണ്ടായിരുന്നു ഒരു കാര്യത്തിൽ. അതെ, അതും കുറച്ച് നോർമൽ ആയിട്ടുള്ള ചിൽഡ്രൻ ആണെന്നുണ്ടെങ്കിൽ പറയാം. കാരണം എന്താന്ന് വെച്ച് പറഞ്ഞാൽ അവർക്ക് റോങ് ആയിട്ട് തോന്നി എന്നുള്ള കാര്യം അവര് റോങ് ആയിട്ട് തന്നെയാണ് മറ്റുള്ളവരുടെ അടുത്ത് ട്രീറ്റ് ചെയ്യുന്നത് അല്ലെ? അതായത് അവരെ ഒരാള് ദ്രോഹിച്ചു, അപ്പൊ അവര് തിരിച്ചെന്ത് ചെയ്യാൻ നോക്കും? ദ്രോഹിക്കുക തന്നെ ചെയ്യാൻ നോക്കും അല്ലെ? ചവിട്ടും, കുത്തും, പിച്ചും, മാന്തും, അങ്ങനെയൊക്കെ ചെയ്യും അല്ലെ? അങ്ങനെയാണ് ചെയ്യുക. അതിൽ ഒന്നാണ് ഡീവിയേഷനിൽ വരുന്ന ഒരു കുട്ടികളിലാണ് നോട്ടി ചിൽഡ്രൻ എന്ന് വരുന്നത്. നെക്സ്റ്റ് അടുത്തത് വീക്ക് ചിൽഡ്രൻ. ഇത് മനസ്സിലായ? നോട്ടി ചിൽഡ്രൻ ചോദിക്കട്ടെ,
ഇപ്പൊ ഒരാള് ആ കുട്ടിനെ അടിക്കുമ്പോ തിരിച്ചടിക്കുമ്പോ ആ കുട്ടിനെ നോട്ടി ചിൽഡ്രൻ എന്ന് പറയും. ഇപ്പൊ തിരിച്ചടിക്കാതെ ഇരുന്ന കുട്ടിനെയാണോ നോർമലൈസ്ഡ് ചൈൽഡ് എന്ന് പറയുക? തിരിച്ചടിക്കാതെ കുട്ടികളിനെ വരുന്നതാണ് അല്ല, നമ്മൾ വീക്ക് ചിൽഡ്രനിൽ പ്രതികരിക്കാതെ അതിനെ ക്ഷമിച്ചിട്ട് ഓക്കെ കുഴപ്പമില്ല എന്ന് പറയുന്ന കുട്ടിയാണോ അത് നോർമലൈസ്ഡ് ചൈൽഡ്? വീക്ക് ചിൽഡ്രനിൽ വരും. വീക്ക് ചിൽഡ്രൻ, പാവം കുട്ടികൾ, അതായത് എന്നെ ദ്രോഹിച്ചത് ആ കുട്ടിക്ക് ഒരു വിധത്തിലുള്ള ഒരു എന്താ പറയാ, കരഞ്ഞോണ്ട് വരായിരിക്കും അല്ലെ ആ കുട്ടി? അതായത് ആ കുട്ടി ഒന്നും ചെയ്യുന്നില്ല, പാവം പോലെ ഇരിക്കുക. മനസ്സിലായോ? എന്നെ ഒന്നും ചെയ്തിട്ടില്ല എന്ന രീതിയിൽ തോന്നുന്നതാണ് വീക്ക് ചിൽഡ്രനിൽ വരുന്നത്. അതായത് നോട്ടി ചിൽഡ്രൻ എന്ന് വെച്ചാൽ അവർക്ക് എന്താണോ അവർക്ക് റോങ് ആയിട്ട് തോന്നിയ കാര്യം, അവരെന്ത് ചെയ്യുക, റോങ് ആയിട്ട് തന്നെ മറ്റുള്ളവരെ ട്രീറ്റ് ചെയ്യും. മനസ്സിലായോ? അവർക്ക് റോങ് ആയിട്ട് തോന്നിയ കാര്യം അവർ തിരിച്ചു അങ്ങോട്ട് റോങ് ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യും. മനസ്സിലായോ? ഓക്കെ, അതിന് മനസ്സിലായി. ഓക്കെ, അടുത്തത് വീക്ക് ചിൽഡ്രൻ. വീക്ക് എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ദുർബലര്. നമ്മൾ എങ്ങനെ വിളിക്കുക? വീക്ക് ആയിട്ടുള്ള കുട്ടികളെ എങ്ങനെ വിളിക്കുക? നമ്മളിപ്പോ ഒരു ടീച്ചറാണെന്ന് കരുതാ, ഒരു പാവ ഒരു കുട്ടിയുണ്ട്, ഒരു നോട്ടി കുട്ടിയുണ്ട്. അപ്പൊ നമ്മൾ എങ്ങനെ നമ്മൾ അവരെ പേര് വിളിക്കുക? പാവം കുട്ടിയാണ്. അല്ലാതെ പേരൻസ് മീറ്റിങ്ങിന് വരുമ്പോ എന്റെ മകൻ എങ്ങനെയാണ് ടീച്ചറെ എന്ന് ചോദിക്കുമ്പോ നമ്മൾ എങ്ങനെ പറയും? ഒരു പാവം കുട്ടിയാണെന്നല്ലേ പറയും. ഒരു പാവമാണ്, ഒന്നും ചെയ്യില്ല, പാവം കുട്ടിയാണ്, അടങ്ങി ഒരു ഭാഗത്തിരിക്കും, അങ്ങനെയൊക്കെയാണ് നമ്മൾ പറയാം അല്ലെ? അപ്പോ ഇങ്ങനെയുള്ള കുട്ടികൾ ഒരു ഡീവിയേഷൻ സംഭവിച്ച ഒരു കുട്ടികളാണ്. അതെങ്ങനെയാണെന്നറിയോ? അതായത് അവര് ഒന്നിനോട് ഒരു എന്താ പറയാ, ഉത്സാഹം കാണിക്കാതെ എല്ലാത്തിനും മടിച്ചു നിൽക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ എന്താ പറയാ, ഇതിപ്പോ മുതിർന്നവർ വരുന്ന സമയം മുതിർന്നവരെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കുക, അങ്ങനെയൊക്കെ ചെയ്യില്ലേ? അതായത് ഒന്നിനോടും അമിത താല്പര്യവും ഇല്ല, ഒന്നിനോടും ഒരു താല്പര്യം ഇല്ലാതെ അങ്ങനെ നിൽക്കുന്ന ഒരു കുട്ടികളെയാണ് വീക്ക് ചിൽഡ്രൻ എന്ന് പറയാ. ഓക്കെ, എല്ലാത്തിനോടും ഒരു പേടി കാണിക്കുക, എല്ലാത്തിനോടും അമിതമായിട്ടുള്ള ഒരു താല്പര്യവും കാണിക്കാത്ത കുട്ടികളെയാണ് വീക്ക് ചിൽഡ്രൻ എന്ന് പറയാം. അതും ഡീവിയേഷനിൽ പെടുന്ന ഒരു കുട്ടിയാണ് ഈ വീക്ക് ചിൽഡ്രനിൽ പെടുന്നത്. ഡീവിയേഷൻ സംഭവിച്ച കുട്ടികളെയാണ് വീക്ക് ചിൽഡ്രൻ എന്നും പറയാം. ഓക്കെ, മനസ്സിലായോ? മനസ്സിലാവാത്തുണ്ടോ? മനസ്സിലായി. ഇങ്ങനെ വീക്ക് ചിൽഡ്രൻ ആകാനുള്ള കാരണം എന്തായിരിക്കും? വീക്ക് ചിൽഡ്രൻ ആവാനുള്ള കാരണവും ഇത് ഞാൻ പറഞ്ഞല്ലോ, എല്ലാം അവരുടെ സാഹചര്യങ്ങളാണ്. അവരെ ഇന്നതുപോലെ നമ്മൾ അവരെ അച്ചടക്കത്തോടു കൂടി വളർത്തണമെന്നുണ്ടെങ്കിൽ അവരും എങ്ങനെയാവും? അച്ചടക്കത്തോടു കൂടിയാവും. നമ്മൾ അവരെ അടിച്ചേൽപ്പിച്ച് അല്ലെങ്കിൽ അടിച്ചമർത്തി ചെയ്യണമെന്നുണ്ടെങ്കിൽ പാരന്റ്സിന്റെ ഇടപെടൽ മൂലം ആയിരിക്കുമോ ചിലപ്പോ കുട്ടികള് വീക്ക് ചിൽഡ്രൻസ് ആയി മാറിയത്? ഒരു കാരണവും അതായിരിക്കാം. എല്ലാം എന്നല്ല, ഒരു കാരണവും അത് തന്നെയായിരിക്കാം. കാരണം എന്താണ്? ചില പേരൻസ് കുട്ടികള് പേടിപ്പിച്ച് വളർത്തുമല്ലോ. അതെ, പേടിപ്പിച്ച് ചില വളർത്തുമ്പോൾ പേരൻസ് ചിലർക്ക് പേടിയായി മാറുമല്ലോ പേടിപ്പിച്ച് കുട്ടികളെ. വളർത്തും. എന്താന്ന് വെച്ച് പറഞ്ഞാൽ നമ്മൾ തന്നെ ആദ്യമേ അവര് ചോറ് ഊട്ടുന്നത് എങ്ങനെയാണ്? കുറുക്കം വരും, അല്ലാന്നുണ്ടെങ്കിൽ പോക്കാച്ചി വരും, വേഗം കഴിച്ചോ, അങ്ങനെയൊക്കെയല്ലേ? ഇവിടെ അങ്ങനെയാണ് പറയുന്നത്, അവിടെ എങ്ങനെയെന്ന് എനിക്കറിയില്ല. പോക്കാച്ചി വരും, കഴിച്ചോ എന്നൊക്കെ ആയിരിക്കും. നമ്മൾ അവരെ ആദ്യമേ പേടിപ്പിച്ച് വളർത്തി, അങ്ങനെയാണ്. നമ്മൾ ആദ്യമേ അവർ പേടിപ്പിച്ച് വളർത്തി. ഇവിടെ പറയാറുണ്ട്, അവിടെ പയ്യുമ്പുണ്ട്, കുത്തുന്നിന്റെ, കഴിച്ചോ എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെയൊക്കെയാണ് പറയാറ്. നമ്മൾ അവരെ അങ്ങനെ പേടിപ്പിച്ച് വളർത്തി ആ ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിച്ചു കഴിഞ്ഞു. നമ്മൾ അവരെ അപ്പം തന്നെ അവരെ പേടിപ്പിച്ച് അങ്ങനെ അങ്ങോട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചു, കറിവേപ്പില മാറ്റി വെക്കുന്ന പോലെ മാറ്റി വെച്ചു. അങ്ങനെ അവർക്ക് പേടിയായി തുടങ്ങിയല്ലോ. അപ്പൊ അവർക്ക് എന്തായി? ഡീവിയേഷൻ സംഭവിച്ചു. ഈ ഫുഡ് കഴിക്കുന്നതിൽ മാത്രമല്ലല്ലോ, നമ്മൾ അവരെന്തൊരു സാധനം എടുക്കുകയാണെങ്കിൽ അത് എടുക്കരുത്, ഇത് എടുക്കരുത്, എല്ലാത്തിനും ഒരു റെസ്ട്രിക്ഷൻ വെക്കുന്നുണ്ടല്ലോ അവിടെ ചില അതെ, പേരൻസ്. പക്ഷേ ചില സാഹചര്യങ്ങൾ അങ്ങനെ പറയുവാണല്ലോ. നിങ്ങൾ കുട്ടികളിപ്പോ ഗ്ലാസ് ആണെന്ന് വിചാരിച്ച് എടുക്കരുതെന്ന് പറഞ്ഞാൽ അവര് പൊട്ടിക്കില്ലേ? ഒരു എക്സാമ്പിൾ ഞാൻ പറയട്ടെ. പറയാം. ഓക്കെ, ഇപ്പൊ സ്കൂൾ തുറക്കാൻ പോയല്ലേ, അപ്പോ ഒരു
ഒരു പാരന്റ് കുട്ടിക്ക് പാരന്റ് എന്ത് ചെയ്തു, പാരന്റിന്റെ മോൻ, അതായത് കുട്ടിക്ക് എത്ര വയസ്സുണ്ട്, ഒരു 3-4 വയസ്സുള്ളൂ, 4-5 വയസ്സ്. 5 വയസ്സുള്ള കുട്ടിക്ക് ഫസ്റ്റ് ഡേ ക്ലാസ്സിൽ പോയപ്പോൾ ഒരു നല്ല പെൻസിൽ എന്ത് ചെയ്തു, എന്നിട്ട് ഷാർപ്പ് ചെയ്തു. പുതിയതാണ്, ഫസ്റ്റ് ഡേ ക്ലാസ് ആണ്, പുതിയ പെൻസിൽ കൊടുത്തു. ഓക്കെ, പുതിയ പെൻസിൽ കൊടുത്ത് പാരന്റ് എന്ത് ചെയ്തു, കുട്ടീനെ വിട്ടു. വൈകുന്നേരം കുട്ടി തിരിച്ചു വന്നപ്പോ നോർമലി ആണ് ആ പെൻസിൽ കളഞ്ഞു പോയി. സ്വാഭാവികമായിട്ട് നടക്കുന്നതാണ്, നമ്മളൊക്കെ വീട്ടിൽ എക്സ്പീരിയൻസ് ചെയ്തല്ലോ. എന്റെ മോള് ചോറിന്റെ അതേപോലെ തന്നെ ടിഫിൻ ബോക്സ്, കൊട ഒക്കെ മാറ്റി കൊണ്ടുപോലും, അല്ലെങ്കിൽ ഒന്നിന്റെ എന്താ പറയാ ഡിഫറെന്റ് ആയിട്ട് മാറിപ്പോവാറുണ്ട്. ഓക്കെ, നോർമലാണ്, നമ്മളത് സാധാരണ രീതിയിൽ വിടുള്ളൂ. പക്ഷെ ഈ പാരന്റ് എന്ത് ചെയ്തു, ആ പെൻസിൽ കൊണ്ട് കളഞ്ഞ് വന്ന മോനെ എന്ത് ചെയ്തു, നല്ല രീതിയിൽ വഴക്ക് പറഞ്ഞു. നിനക്കറിയാവോ, ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഈ പെൻസിൽ വാങ്ങിച്ചു നിനക്ക് തന്നത്, എന്റെ പാരന്റ്സ് എനിക്ക് പെൻസിൽ പോലും വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ നമ്മളുടെയൊക്കെ പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു അവനെ ചീത്ത പറഞ്ഞു, വഴക്ക് പറഞ്ഞു. നോർമലി ആ കുട്ടിക്ക് വിഷമായി. രണ്ടാമത്തെ ദിവസം അച്ഛൻ എന്ത് പറഞ്ഞു, ഈ പെൻസില് ഇങ്ങനെ ഷാർപ്പൊക്കെ ചെയ്ത് കൊടുത്തിട്ട് പറഞ്ഞു, ഈ പെൻസിൽ എങ്ങാനും നീ കളഞ്ഞിട്ട് വന്നാല് അറിയാം എന്ന് പറഞ്ഞിട്ട് അവനെ പറഞ്ഞു വിട്ടു. നോർമലി ആണ് സ്കൂളിൽ ചെന്നു, കുട്ടി വൈകുന്നേരം ആയപ്പോ ബോക്സ് നോക്കിയപ്പോ പെൻസിൽ കാണില്ല. സോ അവന് പേടിയായി. അപ്പൊ ഞാൻ ആലോചിച്ചു, ഞാൻ എന്ത് പറയും ആലോചിച്ചു. വീട്ടിൽ വന്നു, വൈകുന്നേരം അച്ഛൻ വന്നു, ബോക്സ് നോക്കിയപ്പോ പെൻസിൽ ഇല്ല. എവിടെ പെൻസിൽ ചോദിച്ചപ്പോ പറഞ്ഞു അത് കൂട്ടുകാരന് കൊടുത്തിരിക്കാന്ന് പറഞ്ഞു. സോ അവിടെ കള്ളം പറയാൻ തുടങ്ങി. അവൻ കൂട്ടുകാരന് കൊടുത്തിരിക്കാണ്. അവൻ എന്ത് ചെയ്യാൻ തുടങ്ങി, ലൈ ചെയ്യാൻ തുടങ്ങി, കള്ളം പറയാൻ തുടങ്ങി. നോർമലി അച്ഛൻ 3-ാമത്തെ ദിവസം പെൻസിൽ ഒന്നും കൊടുത്തില്ല, ആ ബോക്സ് അനപ്പാട് തന്നെ കൊടുത്തിട്ടു. കാരണം എന്താണ്, കൂട്ടുകാരന് കൊടുത്തല്ലേ, നെക്സ്റ്റ് ഡേ എന്തായാലും കിട്ടുമല്ലോ എന്നുള്ള രീതിയിൽ അച്ഛൻ പെൻസിൽ ഒന്നും കൊടുത്തില്ല. 3-ാമത്തെ ദിവസം എന്ത് ചെയ്തു, വൈകുന്നേരം വന്നവരെയും ആ ഫ്രണ്ടിന്റെ പെൻസിലാണ് യൂസ് ചെയ്തു, അവിടെ ഇരുന്നു. പിന്നെ 3-ാമത്തെ ദിവസം എന്ത് ചെയ്തു, ആ പെൻസില് അവൻ ആരുടെ ഒരു പെൻസില് മോഷ്ടിച്ചുകൊണ്ട് വന്നു. അപ്പൊ അച്ഛനെ ഐഡന്റിഫൈ ചെയ്തു. പെൻസില് അച്ഛൻ നോക്കിക്കഴിഞ്ഞപ്പോ അച്ഛൻ കൊടുത്ത പെൻസിലല്ല. അപ്പോഴും ഈ അച്ഛൻ എന്ത് ചെയ്തു, വഴക്ക് പറഞ്ഞു, ചീത്ത പറഞ്ഞു. ശരിക്കും പറഞ്ഞാ ഈ കള്ളം പറയാനും ഈ സ്റ്റീല് ചെയ്യാനും ഈ കുട്ടിനെ പ്രേരിപ്പിച്ചത് ആരാണ്? അച്ഛൻ. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ബിഗ് ചിൽഡ്രൻസിനെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഭയങ്കര മടിയന്മാരായിരിക്കും, എന്ത് കാര്യം ചെയ്യാനും പേടിയായിരിക്കും. ഒരു കാര്യവും ഒരു ഉത്സാഹത്തോടെ ചെയ്യില്ല. അത് എനിക്ക് പറ്റില്ല, എനിക്ക് പേടിയാണ്, ഞാൻ ഇല്ല, എന്നെക്കൊണ്ടൊന്നും പറ്റില്ല, ഞാൻ ചെയ്യില്ല. എല്ലാ കാര്യങ്ങളും പുതിയതായിട്ടൊരു കാര്യം ചെയ്യുമ്പോൾ ഭയങ്കര അഫ്രൈഡ് ആയിരിക്കും, ഭയങ്കര പേടിയായിരിക്കും ഈ കുട്ടികൾക്ക്. ഈ ഒരു ഹാബിറ്റ് ഉള്ള കുട്ടികള് പക്ഷെ കണ്ടാൽ നല്ല മാന്യന്മാര്, നല്ല കുട്ടികള്, പാവം കുട്ടികളാണെന്ന് തോന്നും. അവരുടെ മുഖംമൂടിയാണ്, അതിനപ്പുറത്താണ് അവര്. അതിൻ്റെ ഉള്ളിലൊരു ക്യാരക്ടറാണ് ഈ പറഞ്ഞ ലൈൻ, സ്റ്റീലിംഗ്, അതേപോലെ തന്നെ അഫ്രൈഡ് ടു എൽഡേഴ്സ്, ഇതൊക്കെ ഉള്ളത് അവരാണ്. അപ്പൊ അങ്ങനെ ഒരു ക്യാരക്ടറുള്ള കുട്ടികളെയാണ് നമ്മൾ സാധാരണയായിട്ട് എന്ന് പറയുന്നത് വീക്ക് ചിൽഡ്രൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ സഫിയ? ക്ലിയർ ആണ് സർ. സോറി, ഞാൻ കാരണം കുറച്ച് വൈകിപ്പോയി ക്ലാസ്. ബാക്കി ബാക്കിയുള്ളവർക്ക് ക്ലിയർ ആവും. ഇത് വൈകലൊന്നുമില്ല. ഇത് ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ ഈ ലെസൺ ഇല്ലേ ഫുള്ളായിട്ട് റിവൈസ് ചെയ്ത പോലെയാവും. നമുക്ക് പിന്നെ ഈ കാര്യം നോക്കേണ്ട ആവശ്യമില്ലല്ലോ. അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ് ഈ നോർമലൈസേഷനും അതേപോലെ തന്നെ സൊസൈറ്റി ഓഫ് കൊഹീഷൻ. നമ്മളൊക്കെ ചിന്തിച്ചു പോവുകയാണ്, കാരണം നമ്മുടെ കുട്ടികളൊക്കെ ഇതേപോലെ പെൻസിൽ കളഞ്ഞിട്ട് വരുമ്പോ നിറയെ ചീത്ത പറയാറുണ്ട്. അപ്പൊ നമ്മൾ ഇതേപോലെ ചെയ്തിട്ടുണ്ടല്ലോ എന്നുള്ളത്. അങ്ങനെ പറയരുത് കേട്ടോ, ചീത്ത പറയാൻ പാടില്ല. അവരോട് ചോദിക്കരുത് പറ്റിയതാണ്. നോർമലി ആണ് ഒരു പെൻസിൽ കളഞ്ഞു പോകും. പാരന്റ്സ് നമുക്കറിയാം, സ്കൂൾ തുറക്കും, മക്കൾക്ക് എന്ത് ചെയ്യും, ഇതേപോലെ പെൻസിലിന് ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞെന്നുള്ളൂ. അവരെ കൊണ്ട് കളയുന്നത് മിക്കവാറും നമുക്ക് പ്രൈസ് കൂടുതലുള്ളതൊക്കെ ആയിരിക്കും. പക്ഷെ അവരെ വഴക്ക് പറയുകയാണെങ്കിൽ അവർ ഈ കാര്യങ്ങൾ കള്ളം പറയാനും സ്റ്റീൽ ചെയ്യാനും തുടങ്ങും. കളവും കള്ളം പറയാനൊക്കെ തുടങ്ങും. അതൊക്കെ ബാഡ് ആയിട്ടുള്ള ക്യാരക്ടർ അല്ലേ, നമ്മുടെ പാരന്റ്സ് അത് പ്രൊമോട്ട് ചെയ്യാൻ പാടില്ല. സോ നമ്മൾ കുറച്ച് കെയർഫുൾ ആയിരിക്കണം അവരുടെ കാര്യത്തിൽ. സോ ഇതാണ് വീക്ക് ചിൽഡ്രൻ എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആയതുകൊണ്ടാണ് ഒന്നും കൂടി റിവൈസ് ചെയ്യാന്ന് ഞാൻ പറഞ്ഞേക്കാം. ഒരു കുഴപ്പമില്ല സഫിയ, ഡൗട്ട് ഉള്ളത് ചോദിക്കാം. വൈറ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന കുട്ടികൾ നല്ല കുട്ടികളാണെന്ന് പറയാം. എന്റെ മോൻ ചെറുതാണ്, ഒന്നും കൊണ്ട് കളയൊന്നും പൊട്ടിക്കൊന്നും ചെയ്യില്ല. പക്ഷെ ആള് വേറെ കുട്ടികളെ കാണുമ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് പെരുമാറി വിടും. അത് കാണുമ്പോ നല്ല ചീത്ത കിട്ടും എന്റെ അടുത്തുനിന്ന്. ഇപ്പൊ എനിക്കത് കേട്ടപ്പോ എന്തോ ഒരു പോലെ. എന്താണ് എനിക്ക് മനസ്സിലായില്ല ജസ്മി. മറ്റുള്ള കുട്ടികളെ അടിക്കുന്നതാണോ ഉദ്ദേശിച്ചത്? അത് തന്നെ.
അതാ ഞാൻ പറഞ്ഞ നല്ല പെരുമാറി വിടും. ഒരൊറ്റ കുട്ടിയുള്ളോ? ഒരാളേ ഉള്ളൂ. അതുകൊണ്ടാണ്. മിസ്സേ, വീട്ടില് നിങ്ങളെയൊക്കെ അടിക്കുണ്ടാവും, അച്ഛനെയും അമ്മനെയൊക്കെ അടിക്കുമ്പോ ഞങ്ങള് ചിരിച്ചിട്ട് കുഴപ്പമില്ലാന്ന്, ഇല്ല, അതുപോലെ അവര് ഇത് സ്കൂളിലും പോയിട്ട് എന്നെയോ ഹസ്ബൻഡിനെയോ ഒന്നും അടിക്കൂല. പക്ഷെ വീട്ടിൽ വേറെ മോളുണ്ട്, ഹസ്ബൻഡിന്റെ ബ്രദറിന് ഒരു മോളൂടെ ഉണ്ട്. അവള് ഇവന്റെ എന്തെങ്കിലും തൊട്ടാ മതി, അപ്പോഴേക്കും അതിനൊരു വിധം ശരിയാക്കി വിടും. അപ്പൊ അത് മിസ് ഇവിടെ കാണുമ്പോ ഞാൻ നന്നായിട്ട് ചീത്ത പറയും. ഇപ്പൊ കഴിഞ്ഞ ഒരു ഇതിന്റെ ദിവസം ഉത്തരവാദിത്വം ജാസ്മിനാണ് അല്ലെ? ജാസ്മിൻ മോന്റെ കാര്യമാണ്. അപ്പൊ മാറ്റിയെടുത്തോളം, നോർമലൈസ്ഡ് ആക്കി മാറ്റിക്കോളാം. അതിൽ ഒരുപാട് ആക്ടിവിറ്റീസ് വർക്കുകൾ ചെയ്യിപ്പിക്കും. ഓക്കെ, ആൽഫബറ്റ്സ് എത്ര വയസ്സുണ്ടാക്കും? 3 വയസ്സായി. ഓക്കെ, കറക്റ്റ് ടൈമാണ്. ഞാൻ പറഞ്ഞോ നിങ്ങളോട് ആൽഫബറ്റ്സ് ബോർഡിനെ കുറിച്ചിട്ട്? ഇല്ല അല്ലെ? മനസ്സിലായില്ല. ഓക്കെ, നിക്ക് ഒരു മിനിറ്റ്. നമ്മളെ വുഡൻ ബോർഡ്സ് കിട്ടും, ആൽഫബറ്റ്സിന്റെ വുഡൻ ബോർഡ്സ് നമുക്ക് മാർക്കറ്റിൽ വാങ്ങിക്കാനായിട്ട് കിട്ടും. വുഡൻ ആണ്, ഇതല്ല, വുഡൻ ആയിട്ടുള്ള ബോർഡ്സ് കിട്ടും. വുഡൻ ആൽഫബറ്റ്സ് ബോർഡ്സ് നമുക്ക് മാർക്കറ്റിൽ ഇതേപോലത്തെ വുഡൻ ആയിട്ടുള്ള ആൽഫബറ്റ്സിന്റെയും അതേപോലെ തന്നെ ന്യൂമറിക്കൽസിന്റെയും ബോർഡ്സ് ഒക്കെ നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും. അപ്പോൾ ഇതേപോലത്തെ ആൽഫബറ്റ്സിന്റെ ന്യൂമറിക്കൽസിന്റെ ബോർഡ്സ് യൂസ് ചെയ്ത് നമ്മൾ അവരെ ട്രെയിൻ ചെയ്യാം. റിപ്പീറ്റ് ആയിട്ട് ഇതാണ് ടച്ചിങ് ടാബ്ലറ്റ്സ് അല്ലെ റൈറ്റിംഗ് ടാബ്ലറ്റ്സ് ഒക്കെയാണ്, പ്രീ റൈറ്റിംഗ് ടാബ്ലറ്റ്സ് ഒക്കെയാണ് ഇത്. ഇതൊക്കെ യൂസ് ചെയ്ത് നമ്മൾ അവരെ ട്രെയിൻ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു എന്താ പറയാ, ആ സമയത്തുള്ള എനർജി നമുക്ക് വർക്കിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. വർക്ക് ചെയ്യിപ്പിക്കുക, കൂടുതലായിട്ട് ആക്ടിവിറ്റീസ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ നോർമലായിട്ട് മാറിക്കോളൂ കേട്ടോ, ഈ പ്രശ്നം മാറും. ഓക്കെ, അയ്യോ, ഇതും പറഞ്ഞ ആ കുട്ടി നോർമൽ അല്ല എന്നല്ല പറയുന്നത്. കുട്ടി ഒരു കുട്ടിയല്ലേ ഉള്ളൂ, ഒരു കുട്ടിയുള്ളൂ. അത് അവന്റെ സാധനങ്ങളാണെന്ന് അവൻ തന്നെ അറിയാം. അതുകൊണ്ടാണ് കുട്ടി എന്താണ് വേറെ ആ കുട്ടി സാധനം എടുത്തപ്പോ എന്താണ് ജാസ്മിയുടെ കുട്ടി ആ കുട്ടിയെ തല്ലാനായിട്ട് പോയത്. അതല്ല സംഭവം. നമ്മളെ ചില കുട്ടികൾ ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും, ശരിക്കും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികൾ. നമുക്ക് അവരെ പെട്ടെന്ന് കറക്റ്റ് ആക്കി നമുക്ക് ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവരായിരിക്കും ഏറ്റവും ബ്രൈറ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആയിട്ട്, അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് നോർമലൈസ്ഡ് ആയിട്ടുള്ള കുട്ടികൾ, ബെസ്റ്റ് സ്റ്റുഡൻസ് ആയിട്ട് പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്ന അവരൊക്കെ ഈ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികൾക്കാണ് കൂടുതലായിട്ട് കാണുന്നത്. അപ്പൊ കൂടുതൽ ആക്റ്റീവ് ആണ്. സോ അതുകൊണ്ട് അവർക്ക് കൂടുതൽ ആക്ടിവിറ്റീസ് കൊടുക്കാം. അപ്പൊ എനിക്കിഷ്ടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ കുട്ടികളെ പഠിപ്പിക്കാനാണ് എനിക്കിഷ്ടം. കാരണം ഒന്നും ചെയ്യാതിരിക്കുന്ന കുട്ടികളെക്കാളും എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന കുട്ടികളുണ്ടല്ലോ, പെട്ടെന്ന് ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികൾ, അവരെ പഠിപ്പിക്കാൻ നല്ല രസമാണ്. അപ്പൊ ജാസ്മിൻ വീട്ടിൽ തന്നെ ട്രെയിൻ ചെയ്ത് ഓരോ കാര്യങ്ങൾ, പുതിയ കാര്യങ്ങൾ അവരെ കൊണ്ട് പഠിപ്പിക്കുക. അതേപോലെ ഷെയർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഒരു ചോക്ലേറ്റ് കിട്ടിയാൽ പോലും അത് ഷെയർ ചെയ്യാനായിട്ട് ശീലിപ്പിക്കാം. ഇത് ചേച്ചിക്ക് കൊടുക്കണം കേട്ടോ, ഹാഫ് പീസ് എടുത്തിട്ട് മോന് ചേച്ചിക്ക്. അത് ഒരു കടയിലൊക്കെ പോയാലും അവനൊരു മിഠായി വാങ്ങിയാൽ പറയും, ആ കുട്ടിന്റെ പേര് പറഞ്ഞിട്ട് പറയും, ഇത് എനിക്കും ഇത് താത്താക്കും എന്ന് പറയും. പക്ഷെ അവന്റെ സാധനം തൊടാൻ പറ്റില്ല, അത് പറയും. ഒന്ന് അവനക്ക് മാത്രം വാങ്ങിയാല് ഇവനക്കും വാങ്ങണം എന്ന് പറയും. ഓക്കെ, അത് ചിലപ്പോ അവന്റേതായൊരു റൂളായിരിക്കും ഇവിടെ. മെറ്റീരിയൽസ് വേറെ ആരും യൂസ് ചെയ്യുന്നത് ഇഷ്ടാവാത്തോണ്ടായിരിക്കും, അങ്ങനെ വരാനുള്ള ചാൻസ് ഉണ്ട്. കഴിഞ്ഞ ദിവസം ഇവിടെ എന്റെ മോളിലൊരു സംഭവം ഉണ്ടായെന്ന് വെച്ചാൽ, ഞങ്ങൾ ഇവിടെ താമസിക്കുന്നിടത്ത് ഒരു നഴ്സറി പഠിക്കുന്ന ഒരു കൊച്ച് ഒരു സ്റ്റീലിന്റെ കമ്പ് വെച്ച് എന്റെ കൊച്ചിന്റെ മേത്തേക്ക് എറിഞ്ഞു. അത് നേരെ കൊച്ചിന്റെ ഈ തലയുടെ സൈഡിൽ കൊണ്ടു. ദൈവം അനുഗ്രഹിച്ച് അവൾക്ക് ഒന്നും പറ്റിയൊന്നുമില്ല. അപ്പോൾ എനിക്ക് ആ കൊച്ചിനെ വഴക്ക് പറയാൻ പറ്റില്ല, ഒരു കുഞ്ഞി കൊച്ചാ. അപ്പൊ ഞാൻ എന്റെ കൊച്ചിനോട് പറഞ്ഞു, മോനെ അത് കുഞ്ഞി കൊച്ചാ, സാരമില്ല എന്ന് പറഞ്ഞുകൊണ്ട് വേഗം വെള്ളം ഇട്ട് തിരുമ്മി, നല്ലപോലെ തടിച്ചു വന്നായിരുന്നു, വെള്ളം ഇട്ട് തിരുമ്മി. അപ്പൊ ഇവള് ഉള്ളിക്കിടന്ന് പറയാ, അമ്മ ടീച്ചറല്ലേ, തെറ്റ് കണ്ടാ പറഞ്ഞു കൊടുക്കണം, അമ്മ ചെന്ന് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, മോനെ ഇത് നമ്മൾ ഒരുമിച്ച് ഇങ്ങനെ താമസിക്കുമ്പോ ഞാൻ അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ അത് അവരുടെ പേരൻസിന് ഇഷ്ടപ്പെടില്ല. അമ്മ പറയില്ല, മോൻ ചെന്ന് ആ കൊച്ചിന്റെ വാപ്പച്ചിയും ഉമ്മച്ചിയും വരുമ്പോ ഒന്ന് പറയാൻ പറഞ്ഞു. അപ്പൊ അവള് പറഞ്ഞു, ഞാൻ പറഞ്ഞ അപ്പൊ അമ്മ പറഞ്ഞ പോലെ എന്നെ ഇഷ്ടമല്ലാണ്ട് വരില്ലേന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, പിള്ളേരെന്ത് പറഞ്ഞാലും പേരൻസ് അത് അക്സെപ്റ്റ് ചെയ്യും, മോൻ ഒന്ന് ചെന്ന് പറയാൻ പറഞ്ഞു.
ഇവള് ആ കൊച്ചിന്റെ വാപ്പച്ചി വന്ന വരെ നോക്കിയിരുന്നു. വന്നു കഴിഞ്ഞ് ഇനിയിപ്പോ ഇവിടെ ചെന്ന് കഴിഞ്ഞിട്ട് പറഞ്ഞു എന്റെ എന്തോ ഒരു പേര് പറഞ്ഞിട്ട് പറഞ്ഞു ഈ കൊച്ച് എന്റെ മേത്തേക്ക് കമ്പ് വെച്ച് എറിഞ്ഞു, കൊച്ചിനെ മര്യാദക്ക് നിർത്തണം. എവിടുന്ന് പഠിച്ചത് എനിക്കറിയില്ല. കൊച്ചിനെ മര്യാദക്ക് നിർത്തണം. അതിനോട് പറഞ്ഞു കൊടുത്താ മര്യാദക്ക് നിർത്തണം. എന്റെ കണ്ണില് ഞാൻ പറഞ്ഞു കേട്ടിട്ടാണോ, കണ്ണില് വല്ലതും കൊണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വേണം എന്നെ ആശുപത്രി കൊണ്ടുപോകാൻ. വന്നിട്ട് ഇപ്പൊ ആ കൊച്ചിനെ കാണുമ്പോ എന്റെ കൊച്ച് കളിക്കാൻ ഇറങ്ങില്ല. അതിപ്പോ അവർക്ക് മനസ്സിലായി ഇപ്പൊ ഈ കൊച്ചുള്ള കാരണമാണ് എന്റെ മോളെ ഞാൻ കളിക്കാൻ വിടില്ലാത്തെന്നുള്ള കാര്യം മനസ്സിലായി. എന്നിട്ട് ഇന്നലെ ഞാൻ കേൾക്കാൻ പാത്തിന് പുള്ളിക്കാരി പറയാ, നീ കാരണം ഇപ്പൊ പല പിള്ളേരും കളിക്കാൻ വരുന്നില്ല, എനിക്ക് നിന്നെ തല്ലാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഞാൻ ഒരു നഴ്സറി ടീച്ചറാണ്, ടീച്ചേഴ്സിന് പിള്ളേരെ തല്ലാനുള്ള റൂളില്ല. ഞാൻ നിനക്ക് പറഞ്ഞുതരാം, എത്ര പറഞ്ഞിട്ട് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ നിന്റെ കൂടെ ആരും കളിക്കാൻ വരില്ല എന്ന്. ഇപ്പൊ എന്റെ കൊച്ചിന് ഇപ്പൊ ആ കൊച്ചിനെ കാണുമ്പോ പേടിയാ. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറഞ്ഞു മോനെ മോനെ ഒന്ന് ചെന്ന് കൂട്ടുകൂടാൻ ചെല്ലാൻ പറയുമ്പോ പറയും, ആ നീ എന്റെ മേത്തേക്ക് എറിയാണ്ടിരിക്കുമെങ്കിൽ നീ എന്റെ സൈക്കിൾ ഓടിച്ചോ, ഞാൻ വേണമെങ്കിൽ മിഠായി ഒക്കെ തരാം, എന്നെ ഒന്നും ഉപദ്രവിക്കല്ലേ, എനിക്ക് പേടിയാ, എന്റെ അച്ചാച്ചയ്ക്ക് അമ്മയ്ക്ക് ഞാൻ മാത്രമേ ഉള്ളൂ, വേറെ ആരും ഇല്ലാന്ന്. മൊത്തത്തിൽ അവക്ക് പേടിയാ, ആ കൊച്ചിനെ കാണുമ്പോ പേടിയാ. ഓക്കേടാ, അത് മാറിക്കോളൂ. രണ്ട് ടൈപ്പ് കുട്ടിക്ക് ഇപ്പഴേ മെച്യൂരിറ്റി വന്നു തുടങ്ങി. ഓക്കെ, കുഴപ്പമില്ല കേട്ടാ. പക്ഷേ എനിക്ക് തോന്നുന്നു ചിന്തുവിന് അത് പറഞ്ഞു കൊടുക്കായിരുന്നു. ഒന്ന് അവരോട്, ആ കുട്ടിയോട് പറയായിരുന്നു, അവരുടെ കണ്ണില് കനം കൊണ്ടിരുന്നെങ്കിൽ കണ്ണിന് പ്രശ്നം വരില്ല, അവൾക്ക് കാഴ്ച നഷ്ടപ്പെട്ടു പോകില്ലായിരുന്നു. നീ അങ്ങനെ ചെയ്യരുത് കേട്ടോ. നിങ്ങൾ നല്ല പക്ഷെ നമ്മൾ അത് പറഞ്ഞ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ഫാമിലി അല്ല അവര്. എന്ന് വെച്ചാൽ അവരുടെ മോനെ ഇങ്ങനെ കുറ്റപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒന്നാമത് അബ്രോഡാ താമസിക്കുന്നേ, ഏത് രീതിയിലാ നമ്മൾ ഒരാളുടെ സഹായം വേണ്ടി വരണേ നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പൊ നമ്മള് അവരെ മാക്സിമം അവരോട് ഇങ്ങനെ നിങ്ങളുടെ കൊച്ചു കാരണം എന്റെ മോൻ വരുന്നില്ല എന്നുള്ള കാര്യം പറഞ്ഞു കഴിയുമ്പോ അത് അവര് വേറൊരു രീതി കാണും. പക്ഷെ ഞാൻ ജസ്റ്റ് ഒന്ന് കൊണ്ടില്ലാത്ത രീതിയിൽ പറഞ്ഞു, അവക്കൊരു ചെറിയൊരു പേടിയായി പോയി, അതാരണം കേട്ടോ അവൾ അങ്ങനെ കളിക്കാൻ വരാത്ത വേറെ പ്രശ്നം കൊണ്ടല്ല എന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞു ഇവൻ എന്നെ നേരത്തെ തൊട്ട് ഇങ്ങനെയാന്നോ. അപ്പൊ ഞാൻ പറഞ്ഞു ജസ്റ്റ് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. പുള്ളിക്കാരി മോണ്ടിസോറി കഴിഞ്ഞിട്ട് നഴ്സറി ടീച്ചറായിട്ട് കയറിയേക്കുവാ, 6 മാസം ആയിട്ടുള്ളൂ. അപ്പൊ പറഞ്ഞു നമുക്കറിയാലോ പിള്ളേരെ തല്ലി പഠിപ്പിക്കാനോ തല്ലി പറയാനോ ഒന്നും പറ്റില്ല. ഞാൻ പറഞ്ഞു നമ്മൾ കാരണം മറ്റുള്ളവരുടെ കൊച്ചിന് ദോഷം വന്നു കഴിഞ്ഞാൽ അത് തല്ലുന്നതുകൊണ്ടും ഒരു കുഴപ്പമൊന്നുമില്ല. നമ്മുടെ കൊച്ചിനല്ലേ തല്ലുന്നേ, വേറെ ആരെയല്ലേ തല്ലുന്നേ. നമ്മുടെ കൊച്ച് നന്നായി വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ലത്. എന്നുവെച്ചാൽ മറ്റുള്ളവര് കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് തല കുനിച്ച് നിൽക്കേണ്ടി വരില്ലേ എന്ന് പറയും. ഇപ്പൊ ഞാൻ പറയുന്ന കേട്ട് ഇവള് അതുപോലെ എന്നെ പറഞ്ഞേക്കുവാ, എനിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ വേണം എന്നെ ആശുപത്രി കൊണ്ടുപോകാൻ, അല്ലാതെ എന്റെ അച്ചാച്ചയുടെ അമ്മയുടെയും കയ്യിൽ പൈസ ഇല്ല, നിങ്ങൾ വേണം കൊണ്ടുപോകാൻ. നിങ്ങളുടെ മോൻ കാരണം എനിക്ക് പറ്റിയ എന്നെ നിങ്ങൾ വേണം കൊണ്ടുപോകാൻ, വേറെ ആരും അല്ല കൊണ്ടുപോകണ്ടേ. അങ്ങനെയൊക്കെ ഇവള് പറയുന്നേ. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കുക, കുട്ടികൾ നമ്മൾ പറയുന്ന എല്ലാ കാര്യവും എവരി തിങ്സ് അവരെന്ത് ചെയ്യുന്നുണ്ട്. പക്ഷെ ടീച്ചറെ എല്ലാ കുട്ടികളും ചെറുപ്പത്തിൽ കുറച്ച് വികൃതിയൊക്കെ ഉണ്ടാവില്ലേ? എല്ലാ കുട്ടികളും നോർമലി എല്ലാ കുട്ടികളും ഉണ്ടാവും. 4 വയസ്സിൽ നട്ടപ്രാന്താന്ന് പറയും. അത് കഴിഞ്ഞിട്ടും ഇതേ ഒരു ഫോളോ ചെയ്യാണെങ്കിലുള്ള പ്രശ്നം എന്ന് പറയുന്നത്, ഇതേ ഒരു രീതി തന്നെ ഫോളോ ചെയ്യാനും നമുക്ക് ഈ മുതിർന്ന കുട്ടികളുടെ പിന്നെ കുട്ടികൾ ഒരു 6-7 വയസ്സൊക്കെ ആകുമ്പോഴാണ് കുറച്ചൊരു പക്വതയായിട്ട് കുറച്ച് റെഡിയായിട്ട് വരുള്ളൂ അല്ലേ? ഞാൻ വിചാരിച്ചത് 4 വയസ്സിലാണ് ഏറ്റവും കൂടുതൽ. 4 വയസ്സ് ചില കുട്ടികൾ റെഡിയാവും, ചില കുട്ടികൾ ആകെ ഭ്രാന്ത് പിടിച്ചോണ്ട് ഒതുങ്ങിയ ഒരു ഭാഗത്തിരിക്കില്ല. എനിക്കൊരു കുട്ടിയെ പരിചയമുണ്ട്. ഒരു റിലേറ്റീവില് വരുന്നതാണ്. എത്രാമത്തെ വയസ്സിലാണെന്ന് ചെയ്തതെന്ന് ഓർമ്മയില്ല. പക്ഷെ അവന് ഒരു 5-ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ആ ടൈം. ഇപ്പൊ ഡിഗ്രിയാണ്. 5-ാം ക്ലാസ്സിൽ ഒരു ആടിന്റെ കഴുത്തില് കയറിട്ടിട്ട് അതിനെ കെട്ടിത്തൂക്കി കൊന്നു. സീരിയസ് ആയിട്ടും അത് തന്നെ. അത് അവന്റെ ഒരു 5-ാം ക്ലാസ്സിലെ ആ ഒരു വികൃതി, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു അതാണ് ശരിക്കും പറഞ്ഞ ഡീവിയേഷൻ. ഇത് വികൃതി അല്ല, അത് ക്രിമിനൽ മൈൻഡ് ആണ് അത്. അതെ, ക്രൂവാലിറ്റി കാണിക്കുന്നതാണ്. ഇപ്പൊ ആ കുട്ടി നല്ല മെച്യൂർഡ് ആയി. ഇപ്പൊ ഡിഗ്രിയിലാണ് പഠിക്കുന്നത്, ഡിഗ്രി 2nd ഇയർ ആണ്. ഇപ്പോഴും ഞങ്ങൾ അത് അങ്ങനെ പറഞ്ഞിട്ട് ആ കുട്ടിയെ കളിയാക്കാറുണ്ട്. നീ എന്നാലും ആ ഒരു ആടിനെ കൊന്നില്ല. അതേപോലെ തന്നെ ഇവന് വേറൊരു മൈൻഡ് എന്താന്ന് വെച്ചാൽ
സ്കൂളില് നമ്മുടെ കൂട്ടബെല്ലടിക്കില്ലേ, സ്കൂളില് 11 മണി സമയമായിട്ടുള്ളൂ. ആ സമയം നോക്കി ഇവൻ കൂട്ടബെല്ലടിച്ചു കൊടുത്തു, എല്ലാ കുട്ടികളും ഇറങ്ങി ഓടി. ഓക്കെ, നമുക്ക് നമ്മുടെ പോർഷനിലേക്ക് വരാം. ദിവ്യയുടെ ഫുൾ നെയിം എന്താണ്? ഞാൻ ഇതിൽ കൊടുത്തിരിക്കുന്നത് ദിവ്യ ദീപു എന്നാണ്. അല്ല, SSLC ബുക്കില്ല. ഇനി മാർക്ക് എത്രയാണ്? ദിവ്യ യു 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 വെറി യു. യെസ്, അതെ മിസ്. അതല്ലേ ഇവിടെ കൊടുത്തിരിക്കുന്ന നെയിം? അതെ മിസ്, അതെ. അപ്പൊ ഓക്കേടാ, കണ്ടിന്യൂ ചെയ്തു ദിവ്യ. നെക്സ്റ്റ് ബ്രൈറ്റ് ചിൽഡ്രൻ കൂടി പറയാനുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് അടുത്തത് ബ്രൈറ്റ് ചിൽഡ്രൻ. അപ്പോ നോട്ടി ചിൽഡ്രനും നമ്മൾ പഠിച്ചു, വീക്ക് ചിൽഡ്രനും പഠിച്ചു. ഇനി നെക്സ്റ്റ് ബ്രൈറ്റ് ചിൽഡ്രൻ. ബ്രൈറ്റ് ചിൽഡ്രൻ എന്ന് പറയുമ്പോൾ എല്ലാത്തിലും ആക്റ്റീവ് ആയിരിക്കും, അവരുടേതായിട്ടുള്ള ഒരു ലോകം ക്രിയേറ്റ് ചെയ്യും. എപ്പോഴും ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും, ബുദ്ധിപരമായിട്ട് എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കണം, അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യണം. അവരുടേതായിട്ടുള്ള ഒരു ലോകം ക്രിയേറ്റ് ചെയ്തിട്ട് ജീവിക്കാം. അവര് ശരിയല്ലാത്ത ഒരു കാര്യത്തിൽ അവർ ഇടപെടാൻ പോകാറില്ല. ഒന്നിനും എന്താ പറയാ, അവർക്കത് പറ്റിയില്ല അല്ലാന്നുണ്ടെങ്കിൽ അവർക്കത് ശരിയാവില്ല എന്നുള്ള കാര്യത്തില് എന്നും താഴ്ന്നു കൊടുക്കാനോ അല്ലെങ്കിൽ ഒന്നും അതിന്റെ പിന്നാലെ ആയിട്ട് അവർ പോവില്ല. അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ലോകമുണ്ട്, അതിലവർ ജീവിക്കുക, അവരുടേതായിട്ടുള്ള റിയാലിറ്റിയിൽ ജീവിക്കുക. അതാണ് ബ്രൈറ്റ് ചിൽഡ്രനിൽ വരുന്നത്. ഓക്കെ, ഇതുവരെ എടുത്തതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ബ്രൈറ്റ് ചിൽഡ്രൻ ഒന്നുകൂടി പറയോ? ബ്രൈറ്റ് ചിൽഡ്രനിൽ വരുന്നത് എല്ലാത്തിലും ആക്റ്റീവ് ആയിരിക്കും, അതേപോലെ തന്നെ അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ലോകമുണ്ട്. ഇന്നത് എന്തും സംഭവിക്കട്ടെ, ഞാൻ എൻ്റെ കാര്യം നോക്കി ജീവിച്ചു പോണു എന്നുള്ള രീതിയിൽ ആ ഒരു കോൺസെപ്റ്റില് അവര് മറ്റുള്ളവരായിട്ട് ഫൈറ്റ് ചെയ്യാറൊന്നുമില്ല. ഇതെന്റെയാണ്, ഞാൻ എടുക്കും, അങ്ങനെയൊന്നും അവർ ചെയ്യാറില്ല. അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ലോകമുണ്ട്, അത് ക്രിയേറ്റ് ചെയ്തിട്ട് അവര് തന്നെ ക്രിയേറ്റ് ചെയ്തിട്ട് ജീവിക്കുക. ഇമാജിനറി വേൾഡിൽ ജീവിക്കുന്ന ആളാണ് ഈ ബ്രൈറ്റ് ചിൽഡ്രൻസ്. മനസ്സിലായോ? ഫാന്റസി വേൾഡ് ആണോ അതോ? ഫാന്റസി വേൾഡ്, അതായത് അവരുടേതായിട്ടുള്ള ഒരു ലോകം ക്രിയേറ്റ് ചെയ്യുക, അവർ തന്നെ ഇമാജിൻ ചെയ്ത് ജീവിക്കുക. ഓക്കെ, ബ്രൈറ്റ് ചിൽഡ്രൻ എന്ന് പറഞ്ഞാല് എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് ചെയ്യും. അവര് നന്നായിട്ട് പഠിക്കും, നല്ല മാർക്കൊക്കെ സ്കോർ ചെയ്യും, എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആയിരിക്കും. നമ്മൾ പുറമെ നോക്കുമ്പോൾ എല്ലാം പെർഫെക്റ്റ് ആണ്, അവർ ഭയങ്കര ആക്റ്റീവ് ആണ്, എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യും. പക്ഷെ അവര് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന അവരുടെ ഇമാജിനേറ്റീവ് വേൾഡിലായിരിക്കും. ചിലപ്പോൾ ഒരു ഫുൾ ആയിട്ട് ബുക്ക് വായിക്കുന്ന കുട്ടികളായിരിക്കും, ചിലപ്പോൾ ഓൾറെഡി ഇവിടെയാണ് അവര് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ പോലും അവർ ഒരുപാട് ഇമാജിൻ ആയിട്ട് ചെയ്യുന്നത്. അവര് ആ ഒരു ഇമാജിനേറ്റീവ് വേൾഡിൽ അല്ലെങ്കിൽ ഫാൻസി വേൾഡിൽ അവര് കുറെ കാര്യങ്ങൾ ചെയ്യുന്നതും അങ്ങനെ ഒരു ഇതായിരിക്കും അവരുടെ മൈൻഡിൽ ക്രിയേറ്റ് ചെയ്യുന്നത്, മനസ്സിന്റെ ഉള്ളിലത്തെ കാര്യങ്ങളാണ് ഈ പറയുന്നത് കേട്ടോ. സോ ഈ കുട്ടികളെ, ഈ ബ്രൈറ്റ് ചിൽഡ്രൻ അവരുടേതായ സ്വന്തം വേൾഡ് ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. നമ്മൾ കുട്ടികളായിരുന്ന സമയത്ത് ചിലപ്പോൾ നമുക്കും അതേപോലെ സ്വപ്ന ലോകത്ത് ജീവിക്കുകയാണോ എന്നൊക്കെ ചോദിക്കാറില്ല, എപ്പോഴും ചിന്തിച്ചിരിക്കുന്നതാണ്. കുട്ടികളോട് നമ്മൾ ചോദിക്കുന്നത് സ്വപ്ന ലോകത്താണോ ഇരിക്കുന്നത് എന്ന്. അതൊരു ബ്രൈറ്റ് ചിൽഡ്രന്റെ ക്യാരക്ടറാണ്. പക്ഷെ ബ്രൈറ്റ് ചിൽഡ്രന് എന്താണ്, പെട്ടെന്ന് അവരോട് തല്ലുപിടിക്കാനോ ഫൈറ്റിനോ ഒന്നും പോകില്ല, ശത്രുത ഉണ്ടാക്കുന്ന സാഹചര്യങ്ങളൊന്നും എന്ത് ചെയ്യുന്നില്ല, അവരെ എൻഗേജ് ചെയ്യുന്നില്ല. പക്ഷെ അവർക്ക് റിയാലിറ്റിനോട് ഒരു വെറുപ്പാണ്. കാരണം ചിലപ്പോൾ റിയാലിറ്റിയിൽ അവരെ ആരും അക്സെപ്റ്റ് ചെയ്യാത്തതുകൊണ്ടായിരിക്കും, അവന് പ്രതീക്ഷിക്കുന്ന അത്രയും ഫ്രീഡം കിട്ടാത്തത് കൊണ്ടായിരിക്കാം, പ്രതീക്ഷിക്കുന്ന അത്രയും കെയറോ ലവോ കിട്ടാത്തതുകൊണ്ടായിരിക്കും അവനെപ്പോഴും ഈ ഫാന്റസി വേൾഡിൽ ലീഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അവരിപ്പോ നമ്മൾ വിചാരിക്കും അവരെന്ന് വെച്ചാൽ റെസ്റ്റ്ലെസ് ആണ്, നമ്മൾ പഠിക്കും കളിക്കുന്നു, അത് കഴിഞ്ഞ് ബാക്കിയുള്ള ടൈം അവർ എന്ത് ചെയ്യാണ്, ഇമാജിൻ ചെയ്യാണ്, ഫുൾ ടൈം ഇമാജിൻ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അവരുടെ മനസ്സിൽ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇമാജിനേഷനിൽ രൂപത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനത്തെ കുട്ടികളെയാണ് ബ്രൈറ്റ് ചിൽഡ്രൻ എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഈ 3 ഡിവിയേഷനിൽ ഏറ്റവും നല്ല ഡിവിയേഷൻ ബ്രൈറ്റ് ചിൽഡ്രന്റെയാണ്. കാരണം അവർ നന്നായിട്ട് അവരുടെ ഡ്യൂട്ടീസും കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട്, നല്ല കുട്ടികളായിരിക്കും. പക്ഷെ അവർ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് ഒരു ഫാന്റസി വേൾഡ് ആയിരിക്കും. കറക്റ്റ് ടൈമിൽ അവർക്ക് ഗൈഡൻസ് കിട്ടിയില്ലെങ്കിൽ അവർ ഡീവിയേറ്റഡ് ആയിട്ട് പോകും. ഡീവിയേഷനിലേക്ക് ഭയങ്കരമായിട്ട് ഡീവിയേഷൻ നമുക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് പറ്റില്ല. കറക്റ്റ് ടൈമിൽ അവർക്ക് ഡീവിയേഷൻ മാറി നോർമലൈസ്ഡ് ആവുകയാണെങ്കിൽ നല്ല കുട്ടികളായിട്ട് മാറ്റാനായിട്ട്, നോർമലൈസ്ഡ് ചൈൽഡ് ആയിട്ട് മാറ്റാൻ നമുക്ക് പറ്റും. ഓവറായിട്ട് ഫാന്റസി വേൾഡിലേക്ക് പോയാലും പിന്നെ തിരിച്ചു കൊണ്ടുവരാൻ ബുദ്ധിമുട്ടല്ലേ? അതാണ്, ഭയങ്കര ഫാന്റസിയിലാണ് അവർ ലീവ് ചെയ്യുക. അതൊക്കെ ബ്രൈറ്റ് ചിൽഡ്രന്റെ ക്യാരക്ടറാണ്.
ഓക്കെ, സെറ്റ് അല്ലേ? സെറ്റ്. സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു ക്ലാസ്. ഓക്കെ, നന്നായിരുന്നു കേട്ടോ ദിവ്യ. ഓരോ കുട്ടിക്കും മനസ്സിലാകുന്ന രീതിയിൽ നല്ല സ്ലോ ആയിട്ട് കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞു കൊടുത്തു. നല്ല ക്ഷമയോടുകൂടിയാണ് എനിക്ക് പറഞ്ഞത്. എത്ര എന്താ പറയാ, നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നന്നായിരുന്നു കേട്ടോ. ഞാനും ഇടയ്ക്ക് ഇന്റർഫിയർ ചെയ്തു എന്നുള്ളൂ കേട്ടോ, സോറി ഇടാം, അങ്ങനെ ചെയ്യാൻ പാടില്ല. ഞാൻ വിചാരിച്ചു ടീച്ചറെ, ഞാൻ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടില്ലല്ലോ, അപ്പൊ ഇതിൽ കേൾക്കുമ്പോ എനിക്കൊന്നും മനസ്സിലാകില്ല, വെറുതെ ഇരുന്ന് നോക്കാം അങ്ങനെ വിചാരിച്ചത്. പക്ഷെ എനിക്ക് നന്നായി മനസ്സിലായി. കണ്ടോ ദിവ്യ? Correct, become a great teacher. താങ്ക് യു മിസ്സേ, താങ്ക് യു സഫിയ, Okay. താങ്ക് യു എവ്രിവൺ. ജാസ്മിൻ അല്ല, മോന്റെ പേര് ജസ്മിൻ. ജാസ്മിൻ. ജാസ്മിൻ, മോന്റെ ഫുൾ നെയിം പറഞ്ഞേ. ജാസ്മി NP, അത്രേ ഉള്ളൂ. LP ഇതല്ലേ ഇവിടെ കൊടുത്തിരിക്കുന്ന പേര്? ആ ഓക്കെ ഓക്കെ. ഇനി മോനാണ് ക്ലാസ് എടുക്കേണ്ടത്. ടൈപ്സ് ഓഫ് ഡീവിയേഷൻ ആണ് പറയണത് അല്ലേ? ആ അതിൽ ഫുള്ള് മോനാണോ? ടൈപ്സ് ഓഫ് ഡീവിയേഷൻ മൊത്തം മോനാണോ വന്നിട്ടുള്ളത്? അത് ഞാനാണ്. അത് കുറച്ച് അധികം ഉണ്ട്. ആടാ, ഓക്കെ, സ്റ്റാർട്ട് ചെയ്യട്ടെ. ഞാൻ ഹെൽപ്പ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, ഞാൻ ഹെൽപ്പ് ചെയ്തോളാം. അതിലെനിക്കൊരു ലാസ്റ്റ് 7th പോയിന്റ് ഒരു സ്പിരിച്വൽ ആയി ഉണ്ട്. അതിൽ മാത്രം എനിക്ക് ചെറിയൊരു ആത്മീകമായ നുണകള് സ്പിരിച്വലായി ഞാൻ പറഞ്ഞോളാം കേട്ടോ. കണ്ടിന്യൂ ചെയ്തോളാം. അത് ഞാൻ ചെറുതായിട്ട് ഒന്ന് നോട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷെ എനിക്ക് അത് അങ്ങോട്ട് ക്ലിയർ ആയില്ല. അപ്പൊ ഞാൻ അത് മിസ്സിനോടൊന്ന് ചോദിക്കണം എന്ന് വിചാരിച്ചിരുന്നു. ഓക്കെ, ക്ലാരിഫൈ ചെയ്തിട്ട് ക്ലാസ് എടുത്താൽ മതിയോ? ക്ലാസ് തുടങ്ങിയിട്ട് ഇല്ല, തുടങ്ങിയിട്ട് എന്റെ ചെയ്യുമ്പോ മിസ് ഒന്ന്. ഓക്കെ, ഞാൻ പറഞ്ഞോളാം കേട്ടോ. ഒന്ന് കണ്ടിന്യൂ ഏത് പോർഷനാണ് കൊടുക്കുന്നത്? പേജ് നമ്പർ 114. അല്ല, ടോപ്പിക് പേരെന്താ? ടൈപ്സ് ഓഫ് ഡീവിയേഷൻ. ഡീവിയേഷനാ? ഓക്കെ. എടുത്തോട്ടെ ജാസ്മിൻ. സോറി മിസ്, അതിന്റെ ഇടക്ക് മോന് വന്നതായിരുന്നു, അതൊന്ന് ഡിലേ ആയിട്ട്. ഓക്കെ, ടൈപ്സ് ഓഫ് ഡീവിയേഷൻ ആണ് ഞാൻ എടുക്കുന്നത്. അതിൽ ചെറിയ ആ പാരഗ്രാഫ് വെച്ചിട്ടൊന്ന് സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചു. കുട്ടികളെ വ്യത്യസ്ത തരത്തിലുള്ളവരും വ്യത്യസ്ത രൂപത്തിലുമാണ് കാണപ്പെടുന്നത്. ഈ ഡീവിയേഷൻ ക്യാരക്ടറിസ്റ്റിക് ഉള്ള കുട്ടികള് അവര് പ്രാക്ടിക്കൽ മെറ്റീരിയൽസ്, മോണ്ടിസോറി എൻവയോൺമെന്റിൽ പ്രാക്ടിക്കൽ മെറ്റീരിയൽസ് വെച്ച് യൂസ് ചെയ്ത് തുടങ്ങിയാൽ അവർ സ്വതവേ ക്വയറ്റ് ആവാൻ തുടങ്ങും. അവരുടെ ആ അഗ്രസീവ് ലെവലൊക്കെ ഒന്ന് കൺട്രോൾ ആവും. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഈ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ കോൺസെൻട്രേഷൻ ലെവൽ കൂടുക, അവർക്ക് അവരെ തന്നെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഇതിലൂടെ കുട്ടിക്ക് മുമ്പുണ്ടായിരുന്ന എല്ലാ നെഗറ്റീവ് ഇമ്പാക്റ്റുകളും കാര്യങ്ങളും ഇല്ലാതാവുന്നു. അവർക്ക് സെൽഫ് കൺട്രോളും സെൽഫ് ഒബീഡിയൻസും ഉണ്ടാവുന്നു. പിന്നീട് സഹപാഠികൾക്കായാലും മറ്റുള്ളവർക്കായാലും മ്യൂച്വൽ ഹെൽപ്പും മോറൽ ഹെൽപ്പൊക്കെ അവർക്ക് സ്വയം പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ദേ ഏബിൾ ടു വർക്ക് ഇൻ ഹാർമണി. നല്ല ഒത്തൊരുമയോട് കൂടിയിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങും. അതായത് ഒരു ഗ്രൂപ്പായിട്ടൊക്കെ വർക്ക് ചെയ്യാൻ അവർക്ക് സാധിക്കും. ഡീവിയേഷൻ സംഭവിച്ച കുട്ടികൾ മാറി നോർമലൈസ്ഡ് ആവുമ്പോൾ നമ്മൾ അവരെ സൊസൈറ്റി ഓഫ് ന്യൂ ചിൽഡ്രൻ എന്നാണ് പറയുന്നത്. അത് ചെറിയൊരു പാര. പിന്നെ പോയിന്റ് ഒന്നുകൂടി പറയൂ പ്ലീസ്. ഏതാണ്? ഡീവിയേഷൻ സംഭവിച്ച കുട്ടികളാണോ? ഡീവിയേഷൻ സംഭവിച്ച കുട്ടികള് മാറി നോർമലൈസ്ഡ് ആവുമ്പോൾ അവരെ നമ്മൾ സൊസൈറ്റി ഓഫ് ന്യൂ ചിൽഡ്രൻ എന്നാണ് പറയുക. കിട്ടിയോ? പറഞ്ഞു. ഓക്കെ, ഡീവിയേഷൻ ടൈപ്സ് ഓഫ് ഡീവിയേഷനിൽ ഫസ്റ്റ് വണ് സൈക്കിക് വ്യൂ. ഈ സൈക്കിക് ഈ വ്യൂ കം ഫ്രം എൻ ഇറ്റാലിയൻ വേർഡ്. അതിന്റെ മീനിങ് എന്ന് പറയുന്നത് റൺ അവേ, എ ഫ്ലൈറ്റ് ഓഫ് ദ മൈൻഡ്. കെട്ടുപൊട്ടിയ ഒരു പട്ടം പോലെയാണ് അവരെപ്പോഴും ഫാന്റസി വേൾഡിലായിരിക്കും. ഏതാണ് ഫാന്റസി എന്നും ഏതാണ് റിയാലിറ്റി എന്നും കുട്ടികൾക്ക് മനസ്സിലാവുന്നില്ല. റിയൽ വേൾഡിനേക്കാൾ അവർ ഫാന്റസി വേൾഡിലാണ് ജീവിക്കുന്നതും അവർക്ക് ഇഷ്ടവും അത് തന്നെയാണ്. ഈ ഡീവിയേഷൻ ടു പോയിന്റ് ദ ന്യൂ ഓഫ് ദിസ് ഈസ് എ ഡീവിയേഷൻ. ഈ ഡീവിയേഷൻ ആണോ എന്ന് മനസ്സിലാക്കാൻ 2 പോയിന്റ്സ് ഉണ്ട്. ഇഫ് ദ ഡീവിയേഷൻ കനോട്ട് ടെൽ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഫാന്റസി ആൻഡ് റിയാലിറ്റി. റിയാലിറ്റി ഏത്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ റിയാലിറ്റി ഏതാണ് ഫാന്റസി ഏതാണെന്ന് തിരിച്ചറിയാൻ കുട്ടിക്ക് സാധിക്കുന്നില്ല. കുട്ടി രണ്ടിലും കൂടി ആയിട്ടാണ് ജീവിക്കാം. സെക്കൻഡ് പോയിന്റ് വരുന്നത് ഇഫ് ദ ചൈൽഡ് യൂസസ് ദ വേൾഡ് ഓഫ് ഫാന്റസി ആസ് എ മീനിങ് ഓഫ് എസ്കേപ്പ് ഇൻസ്റ്റെഡ് ഓഫ് എ ഗെയിം.
ഇപ്പൊ കുട്ടിയോട് നമ്മളൊരു കാര്യം പറയാണ്. അപ്പൊ പറയുമ്പോ ആ കുട്ടി ആ കാര്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറിയിട്ട് ഫാന്റസി വേൾഡിൽ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ട് നമ്മളിൽ നിന്ന് ഒഴിഞ്ഞു മാറുക. ഇത് രണ്ടുമാണ് ഡീവിയേഷനെ മനസ്സിലാക്കുന്ന സ്റ്റെപ്പ്. കുട്ടി ഡീവിയേറ്റഡ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇത്തരത്തിലുള്ള കുട്ടികളെ ടീച്ചേഴ്സ് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ അവര് വീട്ടിലെത്തിയ പാരന്റ്സിന് ഗൈഡൻസ് കൊടുക്കണം. അവർ വീട്ടിൽ എത്തിയാല് ഏത് ടൈപ്പ് ആക്ടിവിറ്റീസ് കൊടുക്കണം, അതുപോലെ അവർ ഒരുപാട് ഫ്രീ ആയിട്ട് ഇരിക്കാൻ സമ്മതിക്കരുത്, അങ്ങനെയൊക്കെ ടീച്ചേഴ്സ് പാരന്റ്സിന് ഗൈഡൻസ് കൊടുക്കണം. സെക്കൻഡ് വൺ സൈക്കിക് ബാരിയേഴ്സ് ആണ്. റെഡി? മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? എനിക്ക് ചെറിയ നെറ്റിന്റെ ഒരു ഇഷ്യൂ ഉണ്ട്, അതാ ഞാൻ അങ്ങനെ ചോദിക്കുന്നത്. ഓക്കെ, സെക്കൻഡ് വൺ സൈക്കിക്. പറയൂ. രണ്ടാമത്തെ പോയിന്റ് ഒന്ന് പറയും. ഈ കുട്ടി ഡീവിയേഷൻ ആണ്. എങ്ങനെ? ഇപ്പൊ പറഞ്ഞില്ലേ ഫസ്റ്റ് പോയിന്റ്, അതിലത്തെ രണ്ടാമത്തെ പോയിന്റ് ഒന്ന് പറയും. ടീച്ചേഴ്സ് എന്തൊക്കെ ആക്ടിവിറ്റീസ് കൊടുക്കണം അതാണോ? ടീച്ചേഴ്സ് പാരന്റ്സിന് ഗൈഡൻസ് കൊടുക്കണം എന്ന് പറഞ്ഞില്ലേ? അതിന് മുമ്പ് എന്താ പറഞ്ഞ ഒരു പോയിന്റ്? കുട്ടികളെ ഒരുപാട് ടൈം ഫ്രീ ആയിട്ട് ഇരിക്കരുത്, അതുപോലെ എന്തൊക്കെ ആക്ടിവിറ്റീസ് ആ കുട്ടിക്ക് കൊടുക്കണമെന്ന് ടീച്ചേഴ്സ് പാരന്റ്സിന് ഗൈഡൻസ് കൊടുക്കണം. അല്ല, ഒരു ഫാന്റസി വേൾഡിൽ ഉണ്ടാവുന്നോ അങ്ങനെ പറഞ്ഞില്ലേ? ഞാൻ പറയട്ടെ സഫിയ ഉദ്ദേശിക്കുന്നത്. സൈക്കിക് ഫാബ്യൂൾ അല്ലേ? സൈക്കിക് ഫാബ്യൂൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കെട്ടുപൊട്ടിയ പട്ടം പോലെ ആയിരിക്കും അവരുടെ മനസ്സെന്ന് പറയുന്നത്. ഈ ഡീവിയേഷൻ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് നമ്മൾ രണ്ട് ഫാക്ടേഴ്സ് നമ്മൾക്ക് ശ്രദ്ധിക്കാൻ പറ്റും. ഒന്നാമത്തെ ഫാക്ടേഴ്സ് അവർക്ക് റിയാലിറ്റി എന്താണ്, ഫാന്റസി എന്താണ് നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്ത് പറയാൻ നമ്മളോട് പറ്റുന്നില്ല. അവർ റിയൽ ഫാന്റസി വേൾഡിൽ യൂസ് ചെയ്യുന്ന അതേ വേർഡ്സ് തന്നെ റിയൽ വേൾഡിൽ യൂസ് ചെയ്യാണ്. അങ്ങനെ വരുമ്പോൾ ഒരു ഡീവിയേഷൻ ആണ്. ദെൻ ചൈൽഡ് അവർക്ക് വർക്ക് ചെയ്യാൻ അല്ലെങ്കിൽ ഗെയിം ചെയ്യുന്ന സമയത്ത് അത് ഫാന്റസി വേൾഡിലെ വേർഡായിട്ട് അല്ലെങ്കിൽ വേൾഡായിട്ട് അവരത് എന്ത് ചെയ്യുന്നു, അതിലേക്ക് എസ്കേപ്പ് ചെയ്യാനായിട്ട് കൂടുതൽ ശ്രമിക്കുന്നു. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം. കുട്ടികള് ഫാന്റസി റിയാലിറ്റി തമ്മിൽ പറയാനായിട്ട് പറ്റുന്നില്ല എന്ന് പറഞ്ഞത് ഒരു കുട്ടിയുടെ കയ്യിൽ പാവയുണ്ട്. അവൻ എല്ലാ സമയവും ആ പാവയുടെ ഒപ്പം തന്നെയാണ് നിൽക്കുന്നത്. അപ്പോ ആ ഒരു സമയത്ത് അവന് റിയാലിറ്റി അപ്പൊ അവർക്ക് ജീവനുള്ള പോലെ ആയിരിക്കും അവൻ എന്ത് ചെയ്യുന്നത്, ട്രീറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അവര് ഫാന്റസി റിയാലിറ്റി തമ്മിൽ മനസ്സിലാകുന്നില്ല. അതേപോലെ തന്നെ ചിലപ്പോൾ ഒരാളെ ഉണ്ടാവില്ല, അവൻ ഗെയിമിലേക്ക് പോകുമ്പോൾ അവരൊരു ഫ്രണ്ടിനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. അധികം ഫ്രണ്ട്സ് ഒന്നും ഇല്ലാത്തൊരു കുട്ടിയാണെങ്കിൽ അവൻ ഫാന്റസി വേൾഡിൽ അവന് വേണ്ടിയിട്ട് ഫ്രണ്ടിനെ ക്രിയേറ്റ് ചെയ്തു. ജസ്റ്റ് ഒരു പേര് ഞാൻ പറയാം, കുഞ്ഞുട്ടനാന്ന് വിചാരിക്കും. കുഞ്ഞുട്ടൻ എന്ന് പറയുന്ന ഒരു ഫ്രണ്ടിനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അവൻ എന്തെങ്കിലും ഗെയിം കളിക്കാൻ മറ്റു ഫ്രണ്ട്സ് വിളിക്കുന്ന സമയത്ത് അവൻ പറയും, അയ്യോ ഞാൻ കളിക്കണം വിഷമാകും എന്ന് പറയും. അപ്പൊ ആ ഫാന്റസി വേൾഡ് വെച്ചിട്ട് നമ്മുടെ റിയൽ വേൾഡിൽ നിന്ന് അവനെ എസ്കേപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കും. അങ്ങനത്തെ കുട്ടികളെയാണ് നമ്മൾ ഈ സൈക്കിക് ഫ്യൂഗ് എന്ന് പറയുന്ന ഡീവിയേഷനിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ കുട്ടികൾ ഉണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മളോട് തന്നെ അവർ പറയും, ഞാൻ കുഞ്ഞുട്ടനൊപ്പം കളിക്കില്ലേ ടീച്ചറെ, ഞാൻ എന്നെ ഡിസ്റ്റർബ് ചെയ്യില്ലേ എന്നൊക്കെ പറയും. അങ്ങനെ നമുക്ക് മനസ്സിലാകുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, അവരെ കൂടുതലായിട്ട് വർക്ക് ചെയ്യിപ്പിക്കാം. അതേപോലെ തന്നെ വീട്ടിൽ ചെന്നിട്ട് വീണ്ടും കുറച്ച് ആക്ടിവിറ്റീസ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആക്ടിവിറ്റീസ് ഒക്കെ എന്ത് ചെയ്യുക, റെക്കമെൻഡ് ചെയ്യുക. ഓക്കെ ആണോ? ഓക്കെ, ജാസ്മിൻ കണ്ടിന്യൂ ചെയ്തോടാം. ഓക്കെ, സെക്കൻഡ് സൈക്കിക് ബാരിയേഴ്സ് ആണ്. അത് കുട്ടിയുടെ മാനസികമായുള്ള തടസ്സങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത്. കുട്ടിക്കും ലോകത്തിനും ഇടയിൽ തന്നെ മനഃപൂർവ്വമായൊരു തടസ്സം സൃഷ്ടിക്കാം. ഇതാണ് സൈക്കിക് ബാരിയേഴ്സ്. ഇതിനുള്ള പ്രധാന റീസൺ എന്ന് പറയുന്നത് മറ്റൊരാളിൽ നിന്ന് കുട്ടിക്കുണ്ടായ ഒരു പെരുമാറ്റ രീതി, അത് ആ കുട്ടിക്ക് ഇഷ്ടപ്പെടാതിരിക്കുക. അതുകൊണ്ടിട്ടാണ് കുട്ടിയും ലോകവും തമ്മിൽ അത് തന്നെ മനഃപൂർവ്വം ഒരു ബാരിയർ സൃഷ്ടിക്കുന്നത്. ഇത് റിയൽ വേൾഡിൽ നിന്നും ഫാന്റസി വേൾഡിലേക്ക് പോകാൻ താല്പര്യം കൂട്ടുന്നു. കുട്ടിക്ക് അപ്പോൾ റിയൽ വേൾഡിൽ ഇരിക്കാനല്ല ഫാന്റസി വേൾഡിൽ ഇരിക്കാനായിരിക്കും കൂടുതൽ ഇഷ്ടം. കാരണം കുട്ടിയുടെ ഒരാൾ പെരുമാറിയ രീതി അതിന് ഇഷ്ടപ്പെട്ടില്ല. അപ്പം റിയൽ വേൾഡിൽ ഒട്ടും താല്പര്യമില്ലാതിരിക്കുക. പിന്നെ റൈറ്റ് ടൈമിൽ കുട്ടിക്ക് ഹെൽപ്പ് കിട്ടാതെ വരുമ്പോൾ അത് കുട്ടികളുടെ പേഴ്സണാലിറ്റിയെ മന്ദഗതിയിലാക്കും. തേർഡ് വൺ അറ്റാച്ച്മെന്റ് ആണ്. അറ്റാച്ച്മെന്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കുട്ടിയും പാരന്റ്സും തമ്മിലുള്ള സ്വാഭാവിക സ്നേഹത്തെയോ വാത്സല്യത്തെയോ അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഉദ്ദേശിക്കുന്നത് പാരന്റ്സിനെ കുട്ടി ആശ്രയിക്കുക. അതായത് കുട്ടിക്ക് ഒരു ഹെൽപ്പ് വേണ്ട സമയത്ത് കുട്ടിക്ക് ഒരു ഹെൽപ്പ് വേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ, ആ സിറ്റുവേഷനെയാണ് അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത്. ഈ അമ്മയുടെ അല്ലെങ്കിൽ പാരന്റ്സിന്റെ ഓവർ കെയർ കാരണം കുട്ടിക്ക് ഇൻഡിപെൻഡന്റ് ആവാൻ സാധിക്കാതെ വരിക.
കുട്ടിയുടെ ഇൻഡിവിജ്വൽ പേഴ്സണാലിറ്റിയുടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പാരന്റ്സിന്റെ താല്പര്യത്തിനായിരിക്കും. അതായത് കുട്ടിയുടെ ഇൻഡിവിജ്വൽ പേഴ്സണാലിറ്റിക്കല്ല പാരന്റ്സ് താല്പര്യം കാണിക്കുക. പാരന്റ്സ് ഇമ്പോർട്ടൻസ് കുട്ടിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാതെ പാരന്റ്സിന്റെ ഇഷ്ടത്തിന് മാറ്റുക. ഈ അടിച്ചമർത്തലാണോ ഉദ്ദേശിച്ചത്? കുട്ടിക്ക് ഒരു സ്വാതന്ത്ര്യം കൊടുക്കുന്നില്ല. ഒരു ഡ്രസ് ഇടണമെങ്കിൽ എന്തെങ്കിലും കുട്ടിക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങള് അതൊക്കെ പാരന്റ്സിന്റെ ഇഷ്ടത്തിന് മാത്രം ചെയ്യുന്നതല്ലേ? അങ്ങനെയാണോ? അത് തന്നെ. കുട്ടി ഒരു സാധനം എടുക്കുമ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യപ്പെടുമ്പോ അത് വേണ്ട, അത് എനിക്ക് ഇഷ്ടമല്ല, നീ ഇത് എടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് കുട്ടീനെ ഫോഴ്സ് ചെയ്യാം. അതാണ് ഫോർത്ത്. പിന്നെ ഫോർത്ത് വൺ പൊസസീവ്നെസ്. അങ്ങനെ ഫോഴ്സ് ചെയ്യുന്ന സമയത്ത് ആ കുട്ടി ഇങ്ങനെ ഡീവിയേഷൻ സംഭവിക്കുന്നു. അങ്ങനെയാണോ ഉദ്ദേശിച്ചത്? കേൾക്കുന്നുണ്ടോ? കേൾക്കാടാ. ഓക്കെ. അത് തന്നെ സഫിയ. ക്ലിയർ ആണോ സഫിയക്ക്? ക്ലിയർ ആണ്. ഓക്കെ. ഫോർത്ത് വൺ പൊസസീവ്നെസ് ആണ്. എനിക്കില്ലേ നെറ്റിന്റെ ചെറിയ ഇഷ്യൂ ഉണ്ട്, അതാ ഞാൻ മനസ്സിലാവുന്നുണ്ടോ എന്ന് ചോദിക്കുന്നത് കേട്ടോ. അറ്റാച്ച്മെന്റ് ഇത്രേ ഉള്ളൂ. അറ്റാച്ച്മെന്റ് അത്രേ ഉള്ളൂ. ഒരു മിനിറ്റ് കേട്ടോ, ഞാൻ ഒന്നുകൂടി പറയണോ അറ്റാച്ച്മെന്റ്? ഒന്ന് പറയാ ടീച്ചർ. എനിക്ക് റെക്കോർഡ് ക്ലാസ് കേൾക്കാൻ അത്ര താല്പര്യമില്ല സത്യം, അതുകൊണ്ടാണ്. ഈ കുട്ടികളില്ലേ പാരന്റ് ആയിട്ട് ഭയങ്കരമായിട്ട് അറ്റാച്ച്ഡ് ആയിരിക്കും. മെയിൻ ആയിട്ട് കെയർ ടേക്കർ ആയിട്ട് അമ്മയായിട്ടല്ലേ ജാസ്മിൻ? അമ്മയായിട്ടായിരിക്കും. നിങ്ങൾ എല്ലാവരും ചെയ്യുന്ന കാര്യമാണ് കുട്ടികളെ കൊണ്ട് ഒരു കാര്യം ചെയ്യിക്കില്ല. ഒരു ഏജ് വരെ നമ്മൾ കുട്ടികളെ കൊണ്ട് ഒന്നും ചെയ്യിക്കില്ല. എന്നിട്ട് പറയും നീ ഇപ്പൊ വലുതായി നീ ഒറ്റയ്ക്ക് എല്ലാ കാര്യം ചെയ്തോളെ. അപ്പൊ കുട്ടി എന്ത് ചെയ്യും? അത് ഓപ്പോസിറ്റ് ചെയ്യും. കാരണം എന്താണ്, ഇത്രയും നാളെ എല്ലാ കാര്യങ്ങളും അമ്മ ചെയ്ത് തന്നിട്ടുണ്ടാക്കും. ഇത് ഇപ്പൊ എന്നോട് പറയുമ്പോൾ അവർക്ക് അത് അക്സെപ്റ്റ് ചെയ്യില്ല. അവര് വീണ്ടും ഡിമാൻഡ് ചെയ്യും നമ്മളുടെ അടുത്ത്, അമ്മ തന്നെ ചെയ്താൽ മതി, അമ്മ തന്നെ ചെയ്താലേ ശരിയാവുള്ളൂ എന്നൊക്കെ പറയും. അപ്പൊ നമ്മൾ കുട്ടികളെ ഈ ഓവർ അറ്റാച്ച്മെന്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം? ചെറുപ്പത്തിലെ തന്നെ അവരെ കൊണ്ട് കുറെ പ്രാക്ടിക്കൽ ലൈഫ് ആക്ടിവിറ്റീസുകൾ ചെയ്യിപ്പിക്കാം. കൂടുതൽ അമ്മമാര് ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ആണ്, കുട്ടികളെ കൊണ്ട് ഒന്നും ചെയ്യിക്കില്ല. അതേപോലെ തന്നെ അവരുടെ ഇൻഡിവിജ്വൽ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാനായിട്ട് ആരും അലോ ചെയ്യില്ല, പാരന്റ്സ് അലോ ചെയ്യില്ല. അത് ശരിക്കും അഡൾട്ടിന്റെ ആ ഒരു എന്താ പറയാ, അഡൾട്ടിന്റെ ആ ഒരു ഇഷ്ടം ആ കുട്ടികളിലേക്ക് അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്യാറ്. ഓക്കെ. അപ്പൊ എപ്പോഴും കുട്ടി ആരെ ഡിപ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും? അമ്മേനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ടീച്ചേഴ്സ് ആണ് നമ്മുടെ അടുത്തേക്ക് ഒരു അറ്റാച്ച്മെന്റ്, ഓവർ അറ്റാച്ച്മെന്റ് ഉള്ള ഒരു കുട്ടിയാണ് വരുന്നത്. അവൻ ആദ്യം നമ്മളോട് ഡിമാൻഡ് ചെയ്യും, അമ്മ ഞാൻ ഭക്ഷണം വാരി കഴിക്കാറില്ല, എനിക്ക് വാരി തരണം. അയ്യോ എനിക്ക് സിബ് ഇടാനോട് സിബ് ഇട്ട് തരണം, എനിക്ക് ബട്ടൺസ് ഇടാനോട് ബട്ടൺസ് ഇട്ട് തരണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മളത് കേട്ടിൽ നിൽക്കോ? ഇല്ല, നമ്മളത് ശ്രദ്ധിക്കില്ല. അവന് വിശപ്പുണ്ടെങ്കിൽ അവൻ കഴിച്ചോട്ടെ. അവൻ ബട്ടൺസ് ഇടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സിബ് ഇടണമെന്ന് അറിയുന്നുണ്ടെങ്കിൽ ഒക്കെ നമ്മൾ എന്ത് ചെയ്യാം? പ്രാക്ടിക്കൽ ലൈഫ് ആക്ടിവിറ്റീസ് അവനെ കൊണ്ട് ഓരോന്നായിട്ട് ചെയ്യിപ്പിക്കാം. ഈ പ്രാക്ടിക്കൽ ലൈഫ് ആക്ടിവിറ്റിയിൽ ഒരുപാട് മെറ്റീരിയൽസ് വരുന്നുണ്ട്. നമുക്കറിയാലോ നമ്മുടെ ഫ്രെയിമുകൾ അറിയാലോ. ഫ്രെയിം അറിയാലോ സഫിയ? ജസ്മിൻ ഫ്രെയിം ഓർമ്മയുണ്ടല്ലോ. ഫ്രെയിമുകൾ യൂസ് ചെയ്ത് അവരെ കൊണ്ട് പ്രാക്ടിക്കൽ ലൈഫ് ആക്ടിവിറ്റീസുകൾ ചെയ്യിപ്പിക്കാം. ബട്ടൺസ് ഇടുന്നത് എങ്ങനെയാണ്, സിബ് എങ്ങനെയാണ് ഇടുന്നത്, ഷൂ ലൈസ് ഇടുന്നത് എങ്ങനെയാണ്, എല്ലാ കാര്യങ്ങളും നമ്മൾ അവിടെ വെച്ച് അവരെ പഠിപ്പിക്കുകയാണ്. സോ അവർ ഈ റിയൽ വേൾഡിലേക്ക് വരുമ്പോ, വീട്ടിലേക്ക് വരുമ്പോ അവൻ ബട്ടൺസ് ഇടാൻ അമ്മ പറയും ബട്ടൺസ് ഇടാൻ വാ ഞാൻ ഇട്ട് തരാന്ന് പറയുമ്പോ നോമ്മ ഞാൻ ബട്ടൺസ് ഇടാൻ പഠിച്ചു എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ ബ്ലോക്ക് ചെയ്തിട്ട് അവൻ സ്വയമേ ആ ഒരു ആക്ടിവിറ്റീസ് ചെയ്യും. ഷൂ ഇടാൻ വിളിക്കുമ്പോ എന്താ പറയും? ഏയ് ഞാൻ ഷൂ ഇടാനൊക്കെ കെട്ടാനൊക്കെ പഠിച്ചു, ഷൂ ലൈസ് ഐ നോ എന്ന് പറഞ്ഞിട്ട് അതങ്ങോട്ട് കെട്ടി കാണിച്ചു കൊടുക്കും. സോ എന്താണ്, അവർ കൂടുതലായിട്ട് പ്രാക്ടിക്കൽ ലൈഫ് ആക്ടിവിറ്റീസ് എന്ത് ചെയ്യാൻ തുടങ്ങും? ചെയ്യാനായിട്ട് തുടങ്ങും. അത് ചെയ്യുമ്പോൾ അവർക്കത് റിയൽ ലൈഫും എന്താ പറയാ പ്രാക്ടിക്കൽ റിയലും പ്രാക്ടിക്കൽ ആയതുകൊണ്ട് തന്നെ പ്രാക്ടിക്കൽ ലൈഫിൽ എന്തൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യുന്നു അവർ റിയൽ ലൈഫിലേക്കും അഡാപ്റ്റ് ചെയ്യും. അങ്ങനെ ആ ഒരു അറ്റാച്ച്മെന്റ് എന്ന് പറയുന്ന ഡീവിയേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പൂർണ്ണമായിട്ടും മാറ്റാനായിട്ട് പറ്റും. ഓക്കെ ജാസ്മിൻ നെക്സ്റ്റ് പോയിന്റ് കേട്ടോ, പൊസസീവ്നെസ്. ഓക്കെ. പൊസസീവ്നെസ് ഉള്ള കുട്ടികൾക്ക് അവർക്ക് ആവശ്യങ്ങൾ കൂടുതലായിരിക്കും. അതായത് ടോയ്സോ മറ്റോ ഒബ്ജക്ട്സോ അങ്ങനെ എന്തെങ്കിലും. ഇത് കിട്ടിക്കഴിഞ്ഞ ഉടനെ കുട്ടി അത് ഉപേക്ഷിക്കും. അതിനോട് പിന്നെ താല്പര്യം കാണിക്കുകയില്ല. ഇതിന് കാരണം ആവശ്യത്തിന് സ്നേഹം ലഭിക്കാതിരിക്കുന്നതാണ് ഇതിന് മെയിൻ റീസൺ എന്ന് പറയുന്നത്. അതാണ് കുട്ടികളിലെ പൊസസീവ്നെസ്. ഇതിനെ ടീച്ചേഴ്സ് കുട്ടികളുടെ സ്നേഹത്തിൽ പെരുമാറണം.
ഇത്തരത്തിലുള്ള കുട്ടികളുടെ എനർജി ക്ലാസ് റൂമിലെ മെറ്റീരിയൽസ് ഒക്കെ യൂസ് ചെയ്തിട്ട് അവർ അതിലേക്ക് കൊണ്ടുവരണം. അപ്പൊ കുട്ടി കുറച്ചുകൂടെ ജാസ്മിൻ ലോഗോട്ടായി പോയി തോന്നുന്നല്ലേ? ഓക്കെ, വന്നു. നേരത്തെ ആദ്യത്തെ കുട്ടിയായിരുന്നു ജാസ്മിന്റെ കുട്ടി തന്നെയായിരുന്നു. പൊസസീവ് ആയിട്ടുള്ള ചൈൽഡ്, പൊസസീവ് എന്നല്ല, അതി വാശിയുള്ള കുട്ടിയാന്ന് പറഞ്ഞില്ലേ, അതെന്തോ വേണ്ട? എന്റെ കുട്ടി ഓക്കെ, അവന് വേറെ ഡീവിയേഷൻ ഉള്ളത് പൊസസീവ്നെസിന്റെ പ്രശ്നം തന്നെയാണ്. എനിക്ക് ഐഡന്റിഫൈ ചെയ്തപ്പോൾ എനിക്കും അങ്ങനെ തന്നെ തോന്നിയത്. കൂടുതലായിട്ട് നമ്മൾ മെറ്റീരിയൽസിൽ വർക്ക് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ അവൻ പെർഫെക്റ്റ് ആയിട്ട് നല്ല കുട്ടിയായിട്ട് വളരും. നല്ല സെൽഫ് കോൺഫിഡൻസ് ഉള്ള നല്ല ഒരു കുട്ടിയായിട്ട് ബിൽഡ് ചെയ്യാനായിട്ട്. പിന്നെ പാരന്റ്സ് ഷെയറിങ് ചെയ്യാനൊക്കെ പഠിപ്പിക്കണം കുട്ടികളെ. ഷെയറിങ് മാത്രമല്ല, ഷെയറിങ് മെന്റാലിറ്റി ഒക്കെ ആൾക്കുണ്ട്. പക്ഷെ നമ്മൾ പറയില്ല മറ്റേ തല്ലിക്കളിക്കുന്ന കാര്യങ്ങൾ നമ്മളവിടെ വരുന്നുണ്ട് കേട്ടോ. ഈ കുട്ടികൾ പറയില്ലേ, ഞാൻ ചെറുതല്ലേ, എന്നെ കൊണ്ട് ഇതൊന്നും ചെയ്യാൻ പറ്റൂല. അങ്ങനെ പറയുമ്പോൾ നമ്മൾ പറയണം, ചെറുതാണെങ്കിൽ ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് ചെയ്യിക്കണം. ഓരോ ആക്ടിവിറ്റീസും അവനെ കൊണ്ട് ചെയ്യിച്ചാണ് നമ്മൾ ആ ശീലങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ. പിന്നെ ഈ ഡീവിയേഷൻ ഈ മെറ്റീരിയൽസിലൂടെ അവര് വർക്ക് ചെയ്യുന്നതിലൂടെ അവർക്ക് കോൺസെൻട്രേഷൻ കൂടി പതിയെ ഈ ഡീവിയേഷൻസ് ഒക്കെ എന്ത് റിമൂവ് ആയിട്ട് പോകും. അവർ പിന്നെ കറക്റ്റ് ആയിട്ട് സെലക്ട് ചെയ്യാൻ തുടങ്ങും. അവർക്ക് എന്താണോ ആവശ്യം അത് മാത്രം അവർ എന്ത് ചെയ്യാൻ തുടങ്ങും, സെലക്ട് ചെയ്യാനും കറക്റ്റ് സെലക്ട് ചെയ്ത് അതെടുക്കാനൊക്കെ തുടങ്ങും. അതല്ലേ പൊസസീവ്നെസ്? അതാ മിസ്സേ, ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ എന്റെ കട്ടായി റീജോയിൻ ചെയ്തതാണ്. കണ്ടിന്യൂ ചെയ്തു കേട്ടോ. ഓക്കെ, ഇത്തരത്തില് മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ട് അവരെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കുമ്പോൾ പിന്നീട് കുട്ടിയുടെ അതിൽ ആ വർക്ക് ചെയ്യുമ്പോൾ കുട്ടിയുടെ കോൺസെൻട്രേഷൻ ലെവലും സെൽഫ് കോൺഫിഡൻസും വർദ്ധിക്കും. ഇതിലൂടെ കുട്ടിയുടെ ഡിസപ്പിയർ ആവുകയാണ് ചെയ്യുന്നത്. ഇതാണ്. പിന്നെ 5th വൺ, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്. കുട്ടികൾ വളരെ സെൻസിറ്റീവ് ആണ്. മുതിർന്നവർ കുട്ടികളോട് മിസ്ബിഹേവ് ചെയ്താൽ അത് അവർ തന്റെ ഫെയിലിയർ ആയിട്ടാണ് എടുക്കുക. ഇപ്പൊ അവർ ആരെങ്കിലും ചീത്ത പറഞ്ഞാല് അത് കുട്ടിക്ക് ഭയങ്കര ചെയ്യും. അതാണ് കുട്ടികൾ സെൻസിറ്റീവ് ആണെന്ന് പറയുന്നത്. ഇത് കാരണം തന്നെ പിന്നെ കുട്ടികള് ലോ സെൽഫ് വീണ്ടും കട്ടായി പോയി തോന്നുന്നുണ്ടല്ലേ? റേഞ്ചിന്റെ ഇഷ്യൂ ഉണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. വോയിസ് ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ടായിരുന്നില്ല. ഓക്കെ ഡോ, ഞാനത് അങ്ങോട്ട് ഭയങ്കര ചെയ്യാം കേട്ടോ. ജസ്റ്റിനേറ്റ് ആണെങ്കിൽ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് കട്ടായി പോയതാട്ടോ. അത് ഞാൻ എന്റെ ഹസ്ബൻഡിന്റെ വീട്ടിൽ നിന്നായിരുന്നു ക്ലാസ്. ഇപ്പൊ ഞാൻ എന്റെ വീട്ടിലേക്ക് വന്നപ്പോ പെട്ടെന്നൊരു റേഞ്ചിന്റെ ഇഷ്യൂ. സോറി ട്ടോ, ഞാൻ എല്ലാവരോടും ഒരു സോറി പറയാണ്. കുഴപ്പമില്ല, മനസ്സിലാവും. അതിന്റെ ഒന്നും ആവശ്യമില്ല, ഞങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ വോയിസിന് എന്തോ പ്രശ്നമാണ്. ഈ മിസ്ബിഹേവ് ചെയ്യുന്നതിലൂടെ കുട്ടി തന്റെ ഫെയിലിയർ ആയിട്ടാണ് ഇതിനെ കാണുക. അതിലൂടെ കുട്ടീന്റെ ആത്മവിശ്വാസവും പിന്നെ ആത്മാഭിമാനക്കുറവൊക്കെ വരികയാണ്. ലോ സെൽഫ് എസ്റ്റീം ആൻഡ് ലോ പൂർ സെൽഫ് കോൺഫിഡൻസ് ഒക്കെ വരികയാണ്. ഇതിന് കുട്ടിയുടെ ഡെവലപ്മെന്റിനായിട്ട് ടീച്ചേഴ്സ് കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ പ്ലാൻ ചെയ്യണം. ഈ ആക്ടിവിറ്റീസ് കറക്റ്റ് ആയിട്ട് കുട്ടികൾ ചെയ്യുന്നുണ്ടോ എന്നെല്ലാം ടീച്ചേഴ്സ് ശ്രദ്ധിക്കണം. അതുപോലെ കുട്ടിയുടെ വർക്കിനെ ടീച്ചേഴ്സ് അപ്രിഷിയേറ്റ് ചെയ്യണം. അടുത്തത് ഫിയർ ആണ്. ഫിയർ എന്ന് പറയുന്നത് കുട്ടികൾക്ക് ഹാനികരമായുള്ള കാര്യത്തെ കുറിച്ച് പറഞ്ഞ് കുട്ടികളെ പേടിപ്പിക്കുക. ഇപ്പോ കുട്ടികള് ചീത്തയുള്ള കാര്യങ്ങളൊക്കെ യൂസ് ആക്കുമ്പോൾ നമ്മള് പഴയ കഥകളൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു കാര്യം യൂസ് ചെയ്തപ്പോ പണ്ട് അവർക്ക് അങ്ങനെ പറ്റി ഇങ്ങനെ പറ്റി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പേടിപ്പിക്കുന്ന സ്റ്റോറീസ് പറഞ്ഞു കൊടുക്കില്ലേ, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. 7th ലൈ ആണ്, ഡിഫൻസ് ലൈ എന്ന് പറയുന്ന മുതിർന്നവരോട് താൻ ചെയ്യാത്തൊരു കാര്യത്തെ കുറിച്ച് ചെയ്തെന്ന് പറഞ്ഞ് കള്ളം പറയാം. അത് ചെയ്തില്ലെന്ന് പറഞ്ഞാല് ഇപ്പൊ നമ്മൾ പാരന്റ്സ് ആയാലും മറ്റാരെങ്കിലും ആയാലും ചീത്ത പറയോ എന്നൊക്കെ പേടിച്ചിട്ടാണ് അവരവിടെ ഈ ഒരു നുണ പറയുന്നത്. രക്ഷപ്പെടാൻ വേണ്ടി. അതെ. ഇനി ചെയ്തില്ലെങ്കിൽ തല്ല് കിട്ടുമോ എന്നൊരു പേടി ഉണ്ടാവുമല്ലോ മനസ്സിൽ, അത് വെച്ചിട്ട്. പിന്നെ സോഷ്യൽ ലൈ, ലിറ്റിൽ വൈറ്റ് ലൈ. ഇതിന്റെ അകത്ത് അവർ സ്വന്തം അഭിപ്രായം പറയാൻ പേടിയാണ് അവർക്ക്. അപ്പോ സ്വന്തം അഭിപ്രായം മറച്ചു വെച്ചിട്ട് അവർ നുണ പറയാ. ഇപ്പൊ എന്തെങ്കിലും ഇഷ്ടം ഉണ്ടെങ്കിലും ഇഷ്ടമില്ലെന്ന് പറഞ്ഞിട്ട് അവിടെ നുണ പറയാ.
അതാണ് സോഷ്യൽ ലൈ. ഫാന്റസി ലൈ ആണ്. ഇത് മുതിർന്നവരെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള സ്റ്റോറീസ് പറയാം. ഇപ്പോ നമ്മളെ ഞെട്ടിക്കാൻ, നമ്മളെ ആകാംക്ഷഭരിതരാക്കാൻ കുട്ടികൾക്ക് വലിയ ഇഷ്ടമാണ്. ആ തരത്തിലുള്ള കഥകൾ പറയാം അവര് സ്വന്തമായിട്ട്. അപ്പൊ നമ്മളത് കേട്ടിരിക്കുന്നത് കാണുമ്പോൾ അവർ കുറച്ചുകൂടെ അത് പറയാൻ കുറച്ചുകൂടെ അവർക്കൊരു താല്പര്യം അധികമായിരിക്കും. നെക്സ്റ്റ് ആണ് സ്പിരിച്വൽ. സോഷ്യൽ ലൈനിൽ വന്നിട്ട് സമൂഹം എന്ത് വിചാരിക്കും എന്നത് കൊണ്ട് പറയുന്ന നുണയാണോ? അതെ. ഇനി അത് ഞാൻ പറഞ്ഞില്ലെങ്കിൽ അങ്ങനെ പറയില്ലേ? ഓക്കെ. അതെ. മിസ് സ്പിരിച്വൽ ലൈ മിസ് ഒന്ന്. സ്പിരിച്വൽ ലൈഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആത്മീക നുണകളാണ് നമ്മൾ പണ്ട് മുതലേ കേട്ട് വന്നിട്ടുള്ള ഒരു ടൈപ്സ് ഓഫ് ലൈഫ്സ് ആണ് എന്ത് സ്പിരിച്വൽ ലൈഫ് എന്ന് പറയുന്നത്. എന്നുവെച്ചാല് ചിലപ്പോൾ റിലീജിയൻ സ്പേസിലായിരിക്കും പല ടൈപ്പിലും നമുക്ക് നുണകൾ, അങ്ങനത്തെ നുണകളെയാണ് നമ്മൾ എന്ത് പറയുന്നത് ആത്മീക നുണകൾ എന്ന് പറയുന്നത്. ഞാൻ ആൾദൈവമാണെന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ വരാറില്ലേ, ആൾദൈവങ്ങളൊക്കെ ആയിട്ട്. ആ ലൈഫിനെയൊക്കെ നമ്മൾ എന്ത് പറയും, ആത്മീക ലൈഫിൽ പറയും. കാരണം എനിക്ക് ദൈവത്തിന്റെ എന്താ പറയാ അരുളോ ഉറപ്പാടോ എന്നാണ്ടൊക്കെ കിട്ടി എന്ന് പറയില്ലേ, അതാണ് ഈ ആത്മീക നുണകളിൽ വരുന്നത് മെയിൻ ആയിട്ട്. ഇത്രയുമാണ് നമ്മളുടെ ഡീവിയേഷൻസ് ഡിസ്കസ് ചെയ്തത്. ഫാത്തിമ എന്നായിരുന്നു തോന്നുന്നുണ്ടല്ലേ നോർമലൈസേഷൻ എടുക്കേണ്ട കുട്ടിയുടെ പേര്? ഫർസാനയാണോ ഫാത്തിമയാണോ? ഫാത്തിമയാണ്. ആളോട് പറയണം നെക്സ്റ്റ് ക്ലാസ്സിൽ നോർമലൈസേഷൻ എടുക്കണം, കമ്പൽസറി ആയിട്ട് ഫ്രൈഡേ ക്ലാസ്സിൽ കയറണം എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ മാർക്ക് കുറയ്ക്കും കേട്ടോ. ഓക്കെ ഓക്കെ. അല്ലെങ്കിൽ പിന്നെ ആരെങ്കിലും ഒരാളെ ഇരുത്തിക്കണമല്ലോ. അല്ലെങ്കിൽ ഞങ്ങൾ ആരെങ്കിലും ചെയ്യാലോ. ഫാത്തിമ മോൻ വിട്ടുപോയതാണ് ആടാ, കയറാൻ വൈകിയതാണ്. മോനാണത് ഫാത്തിമ? ഞാൻ സഫിയാണ് ടീച്ചറെ, ഇപ്പൊ സംസാരിച്ചത് സഫിയാണ്. ഫാത്തിമ ഷുക്കൂർ ഇട്ടിട്ടുണ്ടായിരുന്നു. ലെഫ്റ്റ് ആയല്ലോ. ആള് ഒന്ന് പറഞ്ഞു നോക്ക്, അല്ലെങ്കിൽ സഫിയ കൂടെ ക്ലാസ് കണ്ടിട്ട് ഒന്ന് പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല എന്ന് നോക്കട്ടെ നോർമലൈസേഷൻ. ഓക്കെ. അപ്പൊ നമ്മളിതിപ്പോ കുട്ടികൾ ചെയ്തപ്പോ തന്നെ നല്ലൊരു വ്യത്യാസം അവർക്ക് ഉണ്ടായിട്ടുണ്ടാവും, ഞങ്ങൾക്കും ഉണ്ട് അല്ലെ? എങ്ങനെ ക്ലാസ് എടുക്കുമ്പോ എല്ലാരും കൂടി പറയുമ്പോഴേ മനസ്സിലാവുന്നുണ്ട്. ഓക്കെ ഓക്കെ. എന്താ പറയാമെന്ന് സൈൻ ഔട്ട് ആരാ പറയുന്നേ? സഫി പറയോടാ? ഞാനാണ് സൈൻ ഔട്ട്. ഓക്കെ. രണ്ടുപേർക്കും വേണ്ടിയിട്ട് കൂടി പറയണം കേട്ടോ സൈൻ ഔട്ട്. നമുക്കിന്ന് ക്ലാസ് കണ്ടക്ട് ചെയ്ത ദിവ്യയും ജാസ്മിനും വേണ്ടിയിട്ടും കൂടി പറയണേ. ഓക്കെ. ഒരു പാട്ട് പാടാം. താരാട്ടു പാടിയതമ്മ, താലോലം ആട്ടിയതമ്മ, ഞാനുറങ്ങണ നേരത്ത് രാവറിയാതിരുന്നതമ്മ, ഞാനുറങ്ങണ നേരത്ത് നോവറിയാതിരുന്നതമ്മ, പൊന്നിന്റെ നിറമല്ലേലും പൊന്നേന്ന് വിളിച്ചതമ്മ, പൊന്നിന്റെ നിറമല്ലേലും പൊന്നേന്ന് വിളിച്ചതമ്മ, പൊന്നിൻ കുടമായി തന്നെ പൊന്നും മകൾ നൽകിയതമ്മ, പൊന്നിൻ കുടമായി തന്നെ പൊന്നും മകൾ നൽകിയതമ്മ. അതില്ല ടീച്ചറെ, ക്ലാസ് ഒന്ന് ഒരുപാട് ലേറ്റ് ആയി തോന്നുന്നുണ്ട് അല്ലേ? ഇല്ല കുഴപ്പമില്ല. താങ്ക് യു. ദിവ്യയ്ക്കും ജാസ്മിനും നന്നായിട്ട് നിങ്ങൾ പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല രീതിയിലായിരുന്നു അവതരണം. എല്ലാവർക്കും നല്ല രീതിയിൽ മനസ്സിലായി. എനിക്കിടക്ക് കുറച്ചും കൂടെ പക്ഷെ നല്ല രീതിയിലാണ് ക്ലാസ് ഒക്കെ രണ്ടുപേരും സ്റ്റൈൽ കുഴപ്പമില്ല, നന്നായിരുന്നു. ഓക്കെ. താങ്ക് യു ഓൾ. താങ്ക് യു. താങ്ക് യു.